Hello and welcome to Examiner classes. We will probability. We'll start probability. Probability is 3 6 marks questions. 2 mark question. 10 mark question. 5 mark question. Probability. Questions discuss എഴുതിയെടുക്കുക എന്നിട്ട് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? റൈറ്റ്. ഇതിൽ ആദ്യത്തെ ഐഡിയ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കും. എപ്പോഴും ഇതുപോലത്തെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്നാണ്? വാട്ട് ഡു യു മീൻ ബൈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് വന്നാൽ 2 ഇവൻറ്റ്സ് ഇങ്ങനെയായാൽ, ഇത് സാമ്പിൾ സ്പേസ്, ഇത് എ, ഇത് ബി, എയും ബിയും ഡിസ്ജോയിൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ വി സേ ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്. ഒന്ന് സംഭവിച്ചാൽ മറ്റേത് സംഭവിക്കാതിരിക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് വീഴുക, ടെയിൽ വീഴുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, ഒരു സംഭവം നടന്നാൽ ഇപ്പം 3 സംഭവം എപ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുക? ഒന്ന് നടന്നാൽ ബാക്കി 2 നടക്കാതിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ഈക്വലി ലൈക്ലി? എന്താണ് ഈക്വലി ലൈക്ലി? ഈക്വലി ലൈക്ലി പറഞ്ഞാൽ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ ഒരേ ചാൻസ്, സെയിം ചാൻസ്, ഒരേ സാധ്യത ഉണ്ടാവാം. എല്ലാ സംഭവത്തിനും ഒരേ സാധ്യതയാണെങ്കിൽ വി സേ ഇറ്റ് ഈസ് ഈക്വലി ലൈക്ലി. ഈക്വൽ എന്ന് പറഞ്ഞാൽ സെയിം, ലൈക്ലി പറഞ്ഞാൽ ചാൻസ്. അപ്പോൾ അതൊന്ന് ഓർക്കുക. പിന്നെ എന്താണ് എക്സോസ്റ്റീവ്? When will you say events are exhaustive? Exhaustive events. Exhaustive events പറഞ്ഞാൽ പെർഫോം ചെയ്യുമ്പം ഒരു ഇവൻ്റെങ്കിലും നടക്കാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ എ യൂണിയൻ ബി സാമ്പിൾ സ്പേസ് ആവാം. എ യൂണിയൻ ബി സാമ്പിൾ സ്പേസ് ആവാം. ഇതിങ്ങനെ എയും ബിയും ഡിസ്ജോയിൻ്റ് ആവണമെന്നില്ല. എയും ബിയും അതായത് രണ്ട് സെറ്റ്സ് ക്ലബ് ചെയ്താൽ, യൂണിയൻ എടുത്താൽ അത് സാമ്പിൾ സ്പേസ് ആവെങ്കിൽ വി സേ ഇറ്റ് ഈസ് എക്സോസ്റ്റീവ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് വെറുതെ നോട്ട് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യാം. 2 തവണ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് എന്താ മക്കളെ? ഹെഡ് ഹെഡ്, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്, ടെയിൽ ടെയിൽ. ഇതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്താൽ ഇതാണ്. എന്താ സാമ്പിൾ സ്പേസ് വന്നാൽ? ടോട്ടാലിറ്റി ഓഫ് ഓൾ ഔട്ട്കംസ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പം റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉത്ഭവിക്കുന്ന എല്ലാ ഔട്ട്കംസിനെയും ഒരു സെറ്റാക്കി ചെയ്താൽ വി കോൾ ഇറ്റ് സാമ്പിൾ സ്പേസ്. ഇവൻറ്റ് എന്താണ്? സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ് ഇസ് എൻ ഇവൻറ്റ് എന്ന് പറയരുത്. ഇവൻറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. അപ്പം നമ്മളൊരു സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യണം. സബ്സെറ്റ് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സപ്പോസ് 2 ഹെഡ് ഫാൾസ്, ഇതാണ് എ. 2 ഹെഡ് വീഴുക എന്നുള്ള ഇവൻ്റാണ് എ വിചാരിച്ചോളൂ. 2 ടെയിൽ വീഴുക എന്നുള്ള ഇവൻ്റാണ് ബി. പിന്നെ സി എന്നുള്ള ഇവൻ്റ് ഒരു ഹെഡ് മാത്രം വീഴുക വെച്ചോളൂ. ഹെഡ് ടി, ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ് ടെയിൽ, അല്ല ഹെഡ് ടെയിൽ, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്. ഇപ്പം സപ്പോസ് ഡി ഇസ് എൻ ഇവൻ്റ്, ഒരു ഹെഡെങ്കിലും വീഴാം. എച്ച് ടി, ടി എച്ച്, എച്ച് എച്ച്. അപ്പോൾ ഇവിടെ ഞാൻ 4 ഇവൻറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 ഹെഡ് വീഴുക, 2 ടെയിൽ വീഴുക, ഒരു ഹെഡ് മാത്രം വീഴുക, ഒരു ഹെഡെങ്കിലും വീഴുക. എ പറയുന്നത് 2 ഹെഡ് വീഴുക, ബി പറയുന്നത് 2 ടെയിൽ വീഴുക, സി പറയുന്നത് ഒരു ഹെഡെങ്കിലും വീഴുക, അല്ല സി പറയുന്നത് ഒരു ഹെഡ് മാത്രം വീഴുക, ഡി പറയുന്നത് ഒരു ഹെഡെങ്കിലും വീഴുക. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഫാൾസ്. അപ്പോൾ ഇതിൽ എയുടെ സാധ്യത 1/4 ആണ്, ബിയുടെ 1/4 ആണ്, സിയുടെ 2/4 ആണ്, ഡിയുടെ 3/4 ആണ്. എല്ലാവർക്കും അറിയാതെ. ഇതിൽ ഏതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? ഇതിൽ ഈ ഇവൻറ്റ്സിൽ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്ത് ഇതിൽ ഏതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ചോദിച്ചാൽ എന്താ ആൻസർ? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, കാരണം ഡിസ്ജോയിൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സെറ്റ്സ് ഡിസ്ജോയിൻ്റ് ആയാൽ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയാൽ ഇവൻറ്റ്സ് ഡിസ്ജോയിൻ്റ് ആവും. ഒന്നാമത്തെ പോയിന്റ്. ഇത് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, കണ്ടോ? ഇത് 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇത് 2 ആണ്. എയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എയും ഡിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? അല്ല. കാരണം എന്താ? അതിൽ കോമൺ ഉണ്ട്, എച്ച് എച്ച് ഉണ്ട്.
അതായത് എയോ ഡിയോ, എയും ഡിയും കൂടി സംഭവിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ലെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ലെങ്കിൽ, ഇത് എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ലെങ്കിൽ അതായത് ഓവർലാപ്പ് ഉണ്ടെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അത് ഓർത്തൂടെ? ഓക്കെ. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ എക്സാമ്പിൾ മനസ്സിലായി. എന്താണ് ഈക്വലി ലൈക്ലി? ഈക്വലി ലൈക്ലി പറഞ്ഞാൽ സെയിം ചാൻസ്. അപ്പോൾ ഇതിൽ സെയിം ചാൻസ് എപ്പോഴൊക്കെയാണ് നോക്കൂ. ഇതിന് സാധ്യത 1/4 ആണ്, ഇതിന് സാധ്യത 1/4 ആണ്, ഇതിന് സാധ്യത 2/4 ആണ്, 3/4 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ലൈക്ലി ആണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഈക്വലി ലൈക്ലി? ഇവൻറ്റ്സ് ആർ ഹാവിങ് സെയിം ചാൻസ് ടു ഹാപ്പൻ. അപ്പോൾ എ ആൻഡ് ബി ആർ ഈക്വലി ലൈക്ലി. ഇനി നോക്കൂ, ഏതൊക്കെ ഇവൻറ്റ്സ് കൂട്ടിയാലാണ്, ക്ലബ് ചെയ്താലാണ് സാമ്പിൾ സ്പേസ് ആവുക? നോക്കൂ, ബിയും ഡിയും കൂടി യൂണിയൻ എടുത്താൽ, നോക്കൂ ഇവിടെ ബിയും ഡിയും കൂടി യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടില്ലേ? അതുകൊണ്ട് ബിയും ഡിയും എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? ഓർക്കുക നന്നായിട്ട്. ഇനി എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്? അപ്പോൾ ഈക്വലി ലൈക്ലി എക്സ്ക്ലൂസീവ് പഠിച്ചു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പഠിച്ചു, എക്സോസ്റ്റീവ് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോവാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? ഒരു സംഭവം നടന്നാൽ ഒരു സംഭവത്തിൻ്റെ ഒക്കറൻസ് മറ്റേ സംഭവത്തിൻ്റെ സാധ്യതയെ ബാധിക്കാതിരിക്കാം. വേറൊരുത്ത് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആവാം. ഇത് മാത്രമാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ ലക്ഷണം. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ ഇവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഓർത്തൂടെ? അപ്പം പ്രോബിലിറ്റി ഓഫ് ഇതിന് വേറെ സെറ്റ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ഒന്നുമില്ല. രണ്ടിനും കൂടി സംഭവിക്കാനുള്ള സാധ്യത നോക്കാം, ഓരോന്നും സംഭവിക്കാനുള്ള സാധ്യത നോക്കാം. ഓക്കെ, രണ്ടും കൂടി സംഭവിക്കാനുള്ള സാധ്യത നോക്കുക, ഓരോന്നും സംഭവിക്കാനുള്ള സാധ്യത നോക്കുക. ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഡൈ ടോസ് ചെയ്തു, എ ഡൈ ഈസ് ടോസ്ഡ്. ഒരു ഡൈ ടോസ് ചെയ്താൽ വാട്ട് ഇസ് ദ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് 1, 2, 3, 4, 5, 6. സപ്പോസ് എ ഈസ് എൻ ഇവൻറ്റ് getting an even number. B is getting a multiple of 3. അപ്പോൾ getting an even number പറയുന്നത് എന്താ? 2 ആവാം, 4 ആവാം, 6 ആവാം. വാട്ട് വിൽ ബി എ? എ പറയുന്നത് 2, 4, 6. ശരിയല്ലേ? സിമ്പിളാണ്. മൾട്ടിപ്പിൾ ഓഫ് 3 പറഞ്ഞാൽ എന്താ മക്കളെ? 3 ആവാം, 6 ആവാം അല്ലേ? ഇത് ഈക്വലി ലൈക്ലി ആണോ ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? അല്ല, ഇത് രണ്ടും ഈക്വലി ലൈക്ലി അല്ല. ഇതിന് സാധ്യത 3/6 ആണ്, ഇതിന് സാധ്യത 2/6 ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഈക്വലി ലൈക്ലി അല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അത്? 2, 4, 6, 3, 6 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഒരാളുണ്ട്, 6 ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഓവർലാപ്പ് ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ല, അതുകൊണ്ട് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അപ്പോൾ ഈക്വലി ലൈക്ലി അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. എക്സോസ്റ്റീവ് ആണോ അത്? ഇസ് ഇറ്റ് എക്സോസ്റ്റീവ്? ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാം. 1, 2, 3 കണ്ടോ? സാമ്പിൾ സ്പേസ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ, ഇത് രണ്ടും കൂടി യൂണിറ്റ് എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും എന്താ? എക്സോസ്റ്റീവ് അല്ല. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഈക്വലി ലൈക്ലി അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, എക്സോസ്റ്റീവ് അല്ല. ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ? ഒന്ന് ചെക്ക് ചെയ്യൂ. ഇസ് ഇറ്റ് ഇൻഡിപെൻഡൻറ്റ്? എ ഈസ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ, ബി ഈസ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈസ് ഇറ്റ് ഇൻഡിപെൻഡൻറ്റ്? എന്താ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ലക്ഷണം? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം. എപ്പോഴാണ് എന്താ ഇൻഡിപെൻഡൻ്റ് ആവാൻ്റെ ലക്ഷണം? ഇതാണ് ഇൻഡിപെൻഡൻറ്റ്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ്, വാചകത്തിൽ പറയുമ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ ലക്ഷണം എന്താ അറിയോ? ഒരു സംഭവം നടന്നിട്ട് ഒരു സംഭവത്തിൻ്റെ ഒക്കറൻസ് മറ്റേ സംഭവത്തിൻ്റെ സാധ്യതയെ ബാധിക്കാതിരുന്നാൽ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ ആലോചിക്കാം. ഒരു സംഭവത്തിൻ്റെ ഒക്കറൻസ് മറ്റേ സംഭവത്തിൻ്റെ സാധ്യതയെ ബാധിക്കാതിരുന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഒരു കോയിനും ഒരു ഡൈയും ടോസ് ചെയ്തു. കോയിനിൽ ഹെഡ് വീഴാം, ഡൈയിൽ 3 വീഴാം. ഇൻഡിപെൻഡൻസ് ആണ്. കാരണം എന്താ? കോയിനിൽ എന്ത് വീഴണം എന്നുള്ളത് ഡൈ തീരുമാനിക്കില്ല. ഡൈയിൽ എന്ത് വീണു എന്നുള്ളത് കോയിന് എന്ത് വീഴണം എന്നുള്ളതിനെ ആശ്രയിക്കില്ല. അതുകൊണ്ട് ദേ ആർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പം ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യാം. ആദ്യം ഹെഡ് വീണു, രണ്ടാമത്തെ തവണ ഹെഡ് വീണു, മൂന്നാമത്തെ തവണ ഹെഡ് വീഴാൻ സാധ്യത ആദ്യത്തെ തവണ ഹെഡ് വീണു എന്നുള്ള കാരണം കൊണ്ട് മാറില്ല. അതുകൊണ്ട്
head occurs in the first toss, head occurs in the second toss, independent ആണ്. റൈറ്റ്? ഇപ്പം ഒരു കോയിനും ഒരു ഡൈയും ടോസ് ചെയ്തിട്ട്, അതായത് രണ്ട് ഡൈ, ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്തു, ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്തു. 2 occurs in the first toss, 3 occurs in the second toss, independent ആണ്. ഓക്കെ, അപ്പോൾ ഈ എയും ബിയും നമ്മളിപ്പോൾ പഠിച്ചു. എയും ബിയും ഈക്വലി ലൈക്ലി അല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, എക്സോസ്റ്റീവ് അല്ല. ഈസ് ഇറ്റ് ഇൻഡിപെൻഡൻറ്റ്? നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ എന്താ? ഇൻഡിപെൻഡൻസ് ചെയ്യാനുള്ള ലക്ഷണം എന്താ? ഇതാണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ല. വി കോൾ ഇറ്റ് ഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്താ? 3/6. പ്രോബിലിറ്റി ഓഫ് ബി എന്താ? പ്രോബിലിറ്റി ഓഫ് ബി ഇസ് 2/6. നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി രണ്ടും കൂടി ക്ലബ് ചെയ്യാം. 1/6 6 കിട്ടുന്നതാണ്. 1/6. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1/6 ആണ്. കണ്ടോ? ഇത് രണ്ടും മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 6/36 1/6 വരും. അപ്പോൾ അതായത് ഈ സാധനം വർക്ക് ചെയ്യും. ഈ സാധനം വർക്ക് ചെയ്യും. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വർക്ക് ചെയ്യും. അതായത് ഈ രണ്ട് ഇവൻറ്റ്സ് എന്താണ്? യെസ്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതൊരു നല്ല എക്സാമ്പിളാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പം ഇവിടെ എന്താ പറയേണ്ടത്? ഒരു ഡൈ ടോസ് ചെയ്തു. A is getting an even number, B is a multiple of 3. They are independents. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഒരു സാമ്പിൾസ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് വരും. അതിൽ കുറച്ച് ഇവൻറ്റ്സ് പറയും. അതിൽ ഇക്വലി ലൈക്ലി ആണോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, എക്സോസ്റ്റീവ് ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അത് ചോദിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കണം. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇക്വലി ലൈക്ലി ആണെങ്കിൽ എല്ലാവരും സെയിം ചാൻസ് ആവണം. എക്സോസ്റ്റീവ് ആണെങ്കിൽ യൂണിയൻ സാമ്പിൾ സ്പേസ് ആവണം. യൂണിയൻ എടുത്താൽ ഫുൾ സാമ്പിൾ സ്പേസ് ആവണം. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താവണം? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആവണം. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, പ്രോബിലിറ്റി ഓഫ് എ. ഇങ്ങനത്തെ ചോദ്യങ്ങളിലായിരിക്കും ഇങ്ങനെ സബ് ക്വസ്റ്റ്യനിലാണ് അത് വരിക. ഇക്വലി ലൈക്ലി ആണോ, മ്യൂച്വൽ ആണോ, എക്സോസ്റ്റീവ് ആണോ ഒക്കെ വരിക ഇതിലാണ് വരിക. നോക്കാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. നോക്കൂ, ഈ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നാൽ നമുക്ക് ഒരു കാര്യം ഓർക്കാം. എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് അല്ല, അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. അപ്പോൾ എയും ബിയും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. റൈറ്റ്. ആദ്യത്തെ ചോദ്യം എന്താ? വേണമെങ്കിൽ ഇതിന് എന്തൊക്കെ ചോദിക്കാം? വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചോദിക്കാം. എന്താ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ, ഫസ്റ്റ് ഇയറിലെ ഭാഗവും ചോദിക്കത്തില്ല കേട്ടോ, പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ? ദിസ് പ്രോബിലിറ്റി ഓഫ് എ 7/13 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇസ് 9/13 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് 4/13. 16 4 12/13 അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് 12/13 അല്ലേ? 16 4 പോയോ? 12/13. റൈറ്റ്. ബട്ട് ദാറ്റ് ഇസ് വൺ പോയിന്റ്. ഇനി വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പറഞ്ഞാൽ എ ബൈ ബി വായിക്കരുത്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. വാട്ട് യു മീൻ ബൈ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി? ചാൻസ് ഓഫ് എ if B has already happened. Chance of A if B has already. B സംഭവിച്ചതിന് ശേഷം A സംഭവിക്കാനുള്ള സാധ്യത. B സംഭവിച്ചതിന് ശേഷം A സംഭവിക്കാനുള്ള സാധ്യത. അതിൻ്റെ ഫോർമുല ഇതാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ ഇതിലെല്ലാം തന്നിട്ടുണ്ട് അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നില്ലേ? ഇതാ തന്നിട്ടുണ്ട് 4/13. ഇറ്റ് ഇസ് 4/13 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ബി തന്നിട്ടുണ്ട് 9/13. അപ്പം എന്താ ആൻസർ? 4/9. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താ ഫോർമുല? ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയാം, പ്രോബിലിറ്റി ഓഫ് എ അറിയാം. ദാറ്റ് ഇസ് എന്താണ്? 4/7. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാവും? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ? ഇസ് ഇറ്റ് ഇൻഡിപെൻഡൻറ്റ്? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലുള്ള പ്രത്യേകത വേറൊരു കാര്യം കൂടി ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഈ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയാലും. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പ്രോബിലിറ്റി ഓഫ് എ അല്ല, അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻറ്റ് അല്ല.
മാത്രമല്ല പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി രണ്ടുകൂടി മൾട്ടിപ്ലൈ ആകൊണ്ട് ഇത് കിട്ടില്ല. 7/13 × 9/13 4/13 അല്ലല്ലോ, അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പം ഇത് എല്ലാ കാര്യങ്ങളും നോക്കാം. ഈക്വലി ലൈക്ലി അല്ല, എയും ബിയും ഈക്വലി ലൈക്ലി അല്ല, എയും ബിയും എക്സ്ക്ലൂസീവ് അല്ല, എയും ബിയും എക്സോസ്റ്റീവ് അല്ല, എയും ബിയും ഇൻഡിപെൻഡൻറ്റും അല്ല. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേറെ ചോദ്യം നോക്കാം. 10 cards ആർ, നമുക്കത് രണ്ടാമത്തെ ഇതിൽ ചെയ്യാം, അടുത്തതിൽ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. A and B are events with probability of A is this, probability of B is this, and probability of A intersection B is this. Are A and B independent? അപ്പം അതിൽ ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ് ചോദിക്കുന്നതിന് പകരം എന്തൊക്കെ ചോദിക്കാം? ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്, ആർ എ ആൻഡ് ബി മുച്വലി എക്സ്ക്ലൂസീവ്, ആർ എ ആൻഡ് ബി എക്സോസ്റ്റീവ്, ആർ എ ആൻഡ് ബി ഈക്വലി ലൈക്ലി. ഈക്വലി ലൈക്ലി ചോദിക്കില്ല, കാരണം 3/10 3/5 ആണെങ്കിൽ ഈക്വലി ലൈക്ലി അല്ല. 3/10 3/5 ആണെങ്കിൽ ഈക്വലി ലൈക്ലി അല്ല. എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി തന്നാൽ 3/5 3/10 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3/5 3/10 കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ കിട്ടുക? 3/5 ആണ് പ്രോബിലിറ്റി ഓഫ് എ, 3/10 ആണ് പ്രോബിലിറ്റി ഓഫ് ബി. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 6/50 കിട്ടുക. അല്ല, 9/50 കിട്ടുക. ഈ 9/50 അല്ലല്ലോ 1/5, 9/50 അല്ലല്ലോ 1/5. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് നോട്ട് ഈക്വൽ ടു probability of A into probability of B. അപ്പോൾ എന്താ ആൻസർ? what is the conclusion? A and B are not independent. A and B are not independent. No ആണ് ഉത്തരം. അല്ലെങ്കിൽ A and B are dependent events. A and B are dependent events. അപ്പോൾ ഇതിൽ വേറെ ചോദ്യം ചോദിക്കാം. what is probability of A union B ചോദിക്കാം ചെയ്തിവിടെ. പിന്നെ അതിൽ തന്നെ ചോദിക്കാം probability of A given B ചോദിക്കാം, probability of B given A ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദിക്കാം? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചോദിക്കാം, കഴിഞ്ഞ പ്രോബ്ലം മാറ്റത്തിന് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചോദിക്കാം, പിന്നെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ചോദിക്കാം, പിന്നെ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ചോദിക്കാം. അപ്പോൾ എല്ലാ ചോദ്യത്തിലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കാണാം? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എങ്ങനെ കാണാം? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എങ്ങനെ കാണാം? പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ ബി എ ബൈ പ്രോബിലിറ്റി ഓഫ് എ. റൈറ്റ്. അപ്പോൾ ഇത് മുച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഈക്വലി ലൈക്ലി അല്ല, എക്സോസ്റ്റീവ് അല്ല, ഇൻഡിപെൻഡൻറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തുള്ള ചോദ്യം അങ്ങനെ വേർതിരിക്കാം. ഇനി ഒരു ചോദ്യം നോക്കാം. പ്രോബിലിറ്റി ഓഫ്, ഇത് സ്ഥിരമായിട്ട് ഇത് നിങ്ങൾക്ക് തോന്നുന്നത് അത് സാധാരണ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. Probability of solving a specific problem independently by A and B are 1/2 and 1/3 respectively. If they both try to solve the problem independently, then find the probability that both of them solves the problem. ഇതിപ്പോൾ എയും ബിയും ആവാം, അല്ലെങ്കിൽ എയും ബിയും സിയും കൂടി മെനക്കെടാം. അപ്പോൾ നമുക്ക് ആദ്യം 2 ആൾക്കാരെ നോക്കാം, പിന്നെ 3 ആൾക്കാർ, ചിലപ്പോൾ 3 ആൾക്കാരെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 3 ആൾക്കാരുടെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്താ? പ്രോബിലിറ്റി that both of them solve the problem. 2 പേരും കൂടി പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ both of them solve the problem എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ ഒരു അസംഷൻ ഉണ്ട്. എന്താ അസംഷൻ? എ ചെയ്യുന്നത് നോക്കിയിട്ടല്ല ബി ചെയ്യുന്നത്, അതുപോലെ ബി ചെയ്യുന്നത് നോക്കിയിട്ടല്ല എ ചെയ്യുന്നത്. അപ്പം എ ഡസ് ദ പ്രോബ്ലം ആൻഡ് ബി ഡസ് ദ പ്രോബ്ലം. അത് ആ 2 ഇവൻറ്റ്സും എന്ത് ഇവൻറ്റ്സ് ആണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ചെയ്താൽ മതി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്താ നമുക്കറിയാം? 1/2 ആണ്. ഇവിടെ 1/3 ആണ്. അപ്പോൾ 1/2 × 1/3 = 1/6. ഇതിപ്പോൾ ചോദ്യം എ ബി ആൻഡ് സി വർക്ക് ഓൺ എ പ്രോബ്ലം 1/2 1/3 1/4 ആണെന്ന് വെച്ചോളൂ. വാട്ട് ഈസ് ചാൻസ് ദാറ്റ് ഓൾ ഓഫ് ദം ഡു ദ പ്രോബ്ലം? 1/2 × 1/3 × 1/4 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ ചോദിക്കാം. എ ആൻഡ് ബി ഫയർ എ ടാർജറ്റ്, ഒരു വിമാനം എന്തെങ്കിലും ഉണ്ട്, ടാർജറ്റിൽ ഇതാക്കാം. ഇയാൾ 2 വെടി വെച്ചാൽ 1 വെടി കൊള്ളും, ഇയാൾ 3 വെടി വെച്ചാൽ 1 വെടി കൊള്ളും. അപ്പം വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് ബോത്ത് ഓഫ് ദം ഹിറ്റ് ദ ടാർജറ്റ്? 1/2 × 1/3. കാരണം ഹിറ്റിംഗ് ദ ടാർജറ്റ് എ ബൈ എ ഒരു ഇവൻ്റാണ്, ഹിറ്റിംഗ് ദ ടാർജറ്റ് ബൈ ബി വേറെ ഇവൻ്റ് ആണെങ്കിൽ എയും ബിയും എന്ത് ഇവൻറ്റ്സ് ആയിട്ട് മനസ്സിലാക്കണം? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫയറിംഗ് എ ടാർജറ്റ്, ഹിറ്റിംഗ് എ ടാർജറ്റ്, ഡൂയിങ് എ പ്രോബ്ലം, ഇതൊക്കെ we can call it as, we can regard it as independent events. Okay, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, find the probability that problem is solved. Problem is solved എന്ന് എന്താ? പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ ഒരാളെങ്കിലും ചെയ്യാനാണ്. Problem is solved means at least one of them do the problem. ഒരാളെങ്കിലും ചെയ്യാം. അപ്പോൾ problem is solved means problem is solved. Problem is solved.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളെങ്കിലും ചെയ്യാം. At least one of them do the problem. Problem is at least one do the problem. At least one do the problem. ഒരാളെങ്കിലും ചെയ്യാം. Problem is solved means at least one of the person do the problem. ഈ at least വന്നാൽ എപ്പോഴും ചെയ്യേണ്ടത് ഒരാളെങ്കിലും ഒരു പരീക്ഷയ്ക്കെങ്കിലും ജയിക്കാം. ഒരു പരീക്ഷയ്ക്കെങ്കിലും ജയിക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്നിലും ജയിക്കാതിരിക്കുക, എല്ലാറ്റിലും തോൽക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ പഠിച്ചിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഡു ദ പ്രോബ്ലം ചെയ്യേണ്ടത് 1 മൈനസ് പ്രോബിലിറ്റി ദാറ്റ് നൺ ഡു ദ പ്രോബ്ലം, നൺ ഡു ഇറ്റ്. ഇത് എപ്പോഴും അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ്. എപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ എപ്പോഴും ചെയ്യേണ്ടതാ 1 മൈനസ് നൺ. അറ്റ്ലീസ്റ്റ് വൺ എങ്ങനെ ചെയ്യണം? 1 മൈനസ് നോബഡി ഡു ദ പ്രോബ്ലം. അപ്പോൾ 1 മൈനസ് നോ വൺ ഡു ഇറ്റ്. അപ്പോൾ 1 മൈനസ് ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ എയും ചെയ്യാതിരിക്കുക, ബിയും ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ്. അതെങ്ങനെ ചെയ്യാം? 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻഡിപെൻഡൻസ് ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഡാഷ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി ഡാഷ്. അതൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണെങ്കിൽ സോ ആർ ദേ കോംപ്ലിമെൻറ്റ്സ്. എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. അപ്പം പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഇൻറ്റു പി ഓഫ് സി ഡാഷ്. അപ്പോൾ ദിസ് ഇസ് ആ സി ഡാഷ് ഇല്ല, രണ്ടെണ്ണമല്ലേലൂ, സോറി സി ഡാഷ് ഇല്ല. എ ബി ആൻഡ് സി വർക്ക് ഓൺ എ പ്രോബ്ലം. ഇറ്റ് ഇസ് എ ഡാഷ് ഇന്റർസെക്ഷൻ പി ഡാഷ്. അപ്പോൾ ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഇസ് 1 മൈനസ് പി ഓഫ് എ ഡാഷ് എന്താ? 1/2. ആൻഡ് വാട്ട് ഇസ് പി ഓഫ് ബി ഡാഷ്? 2/3. 2 വെട്ടിപ്പം ആൻസർ ഇസ് 1 മൈനസ് 1/3. ഇറ്റ് ഇസ് ഇക്വൽ ടു 2/3. ഇതിപ്പോൾ 3 പേരുണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. A does not do the problem, B does not do the problem, C does not do the problem. അപ്പോൾ അത് ചെയ്തു. മൂന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം? ഒരാളിന് മാത്രം പ്രോബ്ലം ചെയ്യാം. ഇത് 3 പേരാകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ ഇത് 3 പേരായിട്ടാണ് ചോദിക്കാം. ഇതിപ്പോൾ 3 പേരാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് വരും. ഇവിടെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് വരും. അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ പ്രോബിലിറ്റി എക്സാക്ട്ലി വൺ ഓഫ് ദ സോൾവ് ദ പ്രോബ്ലം. എക്സാക്ട്ലി വൺ ഓഫ് ദ പ്രോബ്ലം, എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം പറഞ്ഞാൽ എന്താ? എക്സാക്ട്ലി വൺ സോൾവ്. ഒരാൾ മാത്രം സോൾവ് ചെയ്യാം. ഒരാൾ മാത്രം സോൾവ് ചെയ്യുക പറഞ്ഞാൽ എ സോൾവ് ചെയ്യുകയാണെങ്കിൽ ബി സോൾവ് ചെയ്യാതിരിക്കാം. ഇഫ് എ ഡസ് ദ പ്രോബ്ലം ബി ഡസ് നോട്ട് ഡു ദ പ്രോബ്ലം. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതെന്താ അർത്ഥം? എ ചെയ്യുക ബി ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പ്ലസ് എ ചെയ്യാതിരിക്കുക ബി ചെയ്യുക. അപ്പോൾ ഇത് 3 ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇത് 3 എണ്ണമായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 എണ്ണമാണെങ്കിൽ എന്താ ചെയ്യുക? എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് പ്ലസ് 3 എണ്ണമാണെങ്കിൽ എന്താ ചെയ്യുക? എ ഉണ്ട് ബിയും സിയും ഇല്ല, അല്ലെങ്കിൽ ബി ഉണ്ട് എയും സിയും ഇല്ല, അല്ലെങ്കിൽ സി ഉണ്ട് എയും ബിയും ഇല്ല. ഇല്ല പറഞ്ഞാൽ ഡാഷ് ഇടണം, മറ്റേ ഡാഷ് ഇടരുത്. എല്ലാം ഇൻഡിപെൻഡൻസ് ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ദിസ് ഇസ് എല്ലാം ഇൻഡിപെൻഡൻസ് ആണ്. ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഡാഷ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ? 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഡാഷ് ബി 1/3 ആയതുകൊണ്ട് ഇത് 2/3 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് 1/2 തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് ബി ഇസ് അഗെയിൻ 1/3. അപ്പം 6 LCM ഇറ്റ് ഇസ് 3/6 ഓർ ഇറ്റ് ഇസ് 1/2. 1/2. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ പ്രോബ്ലം നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, എന്നാലും നമുക്ക് ചെയ്യാം. നൺ ഓഫ് ദ സോൾവ് ദ പ്രോബ്ലം എന്താ? നൺ സോൾവ് ഇറ്റ്. നൺ സോൾവ് ഇറ്റ് മീൻസ് എയും ചെയ്യാതിരിക്കുക ബിയും ചെയ്യാതിരിക്കുക. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ചെയ്യാതിരിക്കാൻ സാധ്യത 1/2. ഇത് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ആണ്. പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അപ്പോൾ വാട്ട് ഇസ് പി ഓഫ് എ ഡാഷ്? 1/2. പി ഓഫ് ബി ഡാഷ് എന്താ? 2/3 is equal to 1/3. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3 എണ്ണത്തിലാണ് മിക്കവാറും ചോദിക്കാൻ തോന്നുന്നു എനിക്ക്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണത്തിലാണ് പറഞ്ഞത്. ചിലപ്പോൾ 3 എണ്ണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ. ഇറ്റ്സ് വെരി. ഇത് മാത്രമല്ല, ഈ 3 എണ്ണത്തിൽ ഈ സാധനത്തിൽ എല്ലാം ഒന്നും ചോദിക്കില്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം, പിന്നെ എക്സാക്ട്ലി ഇപ്പം 3 ആൾക്കാരുണ്ടെങ്കിൽ എക്സാക്ട്ലി 2 സോൾവ് ദ പ്രോബ്ലം ചോദിക്കും. പിന്നെ ഓൾ ഓഫ് ദം ഡു ദ പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം, പിന്നെ എക്സാക്ട്ലി വൺ സോൾവ് ദ പ്രോബ്ലം. ഓക്കെ. ഇതിപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയാവാം, ഹിറ്റിംഗ് ദ ടാർഗറ്റ് ആവാം. 4 വെടി വെച്ചാൽ 1 വെടിയെ കൊള്ളും, 5 വെടി വെച്ചാൽ 1 വെടി കൊള്ളും, അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കും. ഓക്കെ.
ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ ഡൈ ഇസ് ത്രോൺ, E is an event that number appearing is a multiple of 3 and F is an event number appearing is even. Then find whether E and F are independent events. എന്താണ് നമ്മൾ ചെയ്യേണ്ട? പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F നോക്കുക, പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F നോക്കുക, പ്രോബിലിറ്റി ഓഫ് E നോക്കുക, പ്രോബിലിറ്റി ഓഫ് F നോക്കുക. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F, പ്രോബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് F ആണോ എന്ന് ചെക്ക് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഈക്വൽസ് പ്രോബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് F വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അത് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ വാട്ട് ഈസ് E? E എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഈവൻ നമ്പർ. ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 പറഞ്ഞാൽ 2 ആവാം, 6 ആവാം. F എന്ന് പറഞ്ഞാൽ എന്താ? F എന്താണ്? ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ. F ഇസ് 2, 4, 6. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാണ്. ഇതിൻ്റെ സാധ്യത 2/6 ആണ്, ഇതിൻ്റെ സാധ്യത 3/6 ആണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യത 1/6 ആണ്. ദിസ് ഇസ് 3 എന്താ 2/6, ഇത് 3/6. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F അല്ലേ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 6/36 വരും, 1/6 വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് E ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് F. Therefore, this is yes, independent events. ഇത് വളരെ കുഴപ്പമുള്ള പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് 2 events which are not mutually exclusive but independent. ഇതിലൊരു കൺസെപ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ mutually exclusive events ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആവില്ല. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് വിത്ത് പോസിറ്റീവ് പ്രോബിലിറ്റീസ് ഒരിക്കലും mutually exclusive ആവില്ല. ഈ രണ്ട് കൺസെപ്റ്റ്സ് ഓർക്കാം. mutually exclusive ആണെങ്കിൽ, 2 ഇവൻറ്റ്സ് mutually exclusive ആണെങ്കിൽ അവർ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആവില്ല. കാരണം ഒരു ഇവൻറ്റ് നടന്നാൽ മറ്റേ ഇവൻറ്റ് നടക്കില്ലല്ലോ. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേ ഇവൻറ്റിൻ്റെ സാധ്യത ഇല്ലാതെയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരിക്കലും mutually exclusive ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് അല്ല. അതുപോലെ ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്സ് ഒരിക്കലും mutually exclusive അല്ല. ദിസ് ഇസ് കൺസെപ്റ്റ് നമ്പർ 1. അപ്പോൾ അതിൽ വേറൊരു ഐഡിയ എന്താ വെച്ചാൽ mutually exclusive അല്ലെങ്കിൽ, ഒരു 2 ഇവൻറ്റ്സ് mutually exclusive അല്ലെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റും ആവാം ഡിപ്പെൻഡൻറ്റും ആവാം. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ അത്. ഈ 2 ഇവൻറ്റ്സ് mutually exclusive അല്ല. ഈ 2 ഇവൻറ്റ്സ് mutually exclusive അല്ല. കാരണം എന്താ? കോമൺ എലിമെൻ്റ് ഉണ്ട്. A ഇന്റർസെക്ഷൻ B നൾ സെറ്റ് അല്ല, E ഇന്റർസെക്ഷൻ F നൾ സെറ്റ് അല്ല. അതുകൊണ്ട് അത് mutually exclusive അല്ല. പക്ഷേ അതെന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് 2 ഇവൻറ്റ്സ് വിച്ച് ആർ നോട്ട് mutually exclusive events ബട്ട് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, mutually exclusive അല്ല ഇൻഡിപെൻഡൻ്റ് ആണ്, mutually exclusive അല്ല ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനത്തെ എക്സാമ്പിളും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ mutually exclusive ആണെങ്കിൽ അതൊരിക്കലും എന്താവില്ല? ഇൻഡിപെൻഡൻറ്റ് ആവില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അത് റെയറായിട്ട് ചോദിക്കില്ലോ, എന്നാലും പുതിയ സാഹചര്യത്തിൽ വരുമോ എന്നുള്ളൊരു തോന്നൽ എനിക്ക്, അത്രയേ ഉള്ളൂ. ഇനി വേറെ ചോദ്യം. 2 balls are drawn at random with replacement from a box contains 10 black and 8 red balls. 2 balls are drawn at random with replacement. നോക്കൂ, ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം ഈ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം ഒരു കാര്യം ഓർക്കണം. സക്സസീവ് ഡ്രോ ആണ്. ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഈ എടുക്കലിൽ ഒന്നുകിൽ ഒരുമിച്ച് എടുക്കലുണ്ട്, പിന്നെ ഓരോന്നായിട്ട് എടുക്കലുണ്ട്. ഈ ഓരോന്നായിട്ട് എടുക്കലിൽ 2 തരം എടുക്കലുണ്ട്, വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും. അപ്പോൾ ഈ 3 തരത്തിലും ചോദ്യങ്ങൾ പഠിക്കുക, ഏതെങ്കിലും ഒന്ന് വരും ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 2 balls are drawn at random with replacement. അപ്പോൾ ഒന്ന് എടുത്തു, നോക്കി, പിന്നെ അതിൽ വെച്ചു, പിന്നെ എടുത്തു. വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ഫ്രം എ ബോക്സ് കണ്ടെയ്ൻസ് 10 black balls and 8 red balls. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എല്ലാ കേസിലും ചെയ്യാം. ഈ ബോക്സിൽ 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 8 റെഡ് ബോൾസ് ഉണ്ട്. എത്ര ബോൾസാണ് എടുക്കുന്നത്? 2 ബോളാണ് എടുക്കുന്നത്. 2 balls are taken. സക്സസീവ് ഡ്രോ ആണ്. 1 by 1 ഓരോന്നായിട്ട് എടുക്കണം വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഫൈൻഡ് ദ ബോത്ത് ആർ റെഡ് ബോൾസ്. രണ്ടും റെഡ് ആണ്. രണ്ടും റെഡ് ആവണമെങ്കിൽ എന്താണ്? ആദ്യത്തെയും റെഡ് ആണ്, രണ്ടാമത്തെയും റെഡ് ആണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, ആദ്യത്തെ ചോദ്യം, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ്. അപ്പോൾ ആദ്യത്തെയും റെഡ് ആണ്, രണ്ടാമത്തെയും റെഡ് ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ റെഡ് ആവുക എന്താ സാധ്യത? വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ റെഡ് ആവാൻ സാധ്യത 8/18 അല്ലേ? ആകെ 18 ബോൾസ് ആണ്. അപ്പോൾ 8/18. രണ്ടാമത്തെയും റെഡ് ആവാൻ സാധ്യത ആ ബോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെയും റെഡ് ആവാൻ സാധ്യത 8/18. അത് സിംപ്ലിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാലോ. 8/18 × 8/18. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതിപ്പോൾ ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിലോ
ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരുന്നു വിചാരിക്കുക. ഇതേ ചോദ്യം ഈ വിത്ത് റീപ്ലേസ്മെന്റിന് പകരം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരുന്നു വിചാരിക്കുക. വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ശ്രദ്ധിക്കണേ, എല്ലാം കൂടി ഒറ്റ ചോദ്യത്തിൽ ഞാൻ ഒതുക്കുകയാണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ ഇതേ ചോദ്യം, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് ഗെറ്റിംഗ് 2 red balls? എന്തായിരിക്കും മക്കളെ? എന്ന് പറയൂ. ആദ്യത്തെ റെഡ് ആവണം 8/18 ഇൻറ്റു ഒരു റെഡ് ബോൾ പിന്നെ തിരിച്ചെടുക്കുന്നില്ല, തിരിച്ചതിൽ വെക്കുന്നില്ല. തിരിച്ച് വെക്കാത്തതുകൊണ്ട് അടുത്ത എന്തായിരിക്കും? റെഡിന്റെ എണ്ണം കുറയില്ലേ? ടോട്ടൽ എണ്ണം കുറയും. 7/17. അപ്പോൾ ഇതൊരു കണ്ടുപിടുത്തമാണ്. അതായത് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം റെഡ് കിട്ടുക എന്നുള്ള ഇവൻറ്റും രണ്ടാമത് റെഡ് കിട്ടുക എന്നുള്ള ഇവൻറ്റും ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. പക്ഷേ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം റെഡ് കിട്ടുക എന്നുള്ള ഇവൻറ്റും രണ്ടാമത് റെഡ് കിട്ടുക എന്നുള്ള ഇവൻറ്റും ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിലോ ആദ്യം റെഡ് കിട്ടുക എന്നുള്ള ഇവൻറ്റ് രണ്ടാമത്തെ റെഡ് കിട്ടുക എന്നുള്ള ഇവനെ ചാൻസിനെ ബാധിക്കും. അതുകൊണ്ട് ദേ ആർ ഡിപെൻഡൻറ്റ് ഇവൻസ്. ഓക്കെ, റൈറ്റ്. ഇനി അപ്പോൾ ഇത് നമുക്ക് അവസാനം ചെയ്യാം. ഇതിപ്പം ഇതിലൂടെ കൺഫ്യൂഷൻ ആവണ്ട. ഇതിപ്പം നമ്മളിപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്താണ്? 1 ball is black and other is red. ഒരു ബോൾ ബ്ലാക്കും ആണ്, other is red, മറ്റേത് റെഡും ആണ്. 1 ball is black and other is red. ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും. അപ്പം ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും ആണ്. എന്താണ്? ആദ്യം ബ്ലാക്ക് പിന്നെ റെഡ് ആവാം, അല്ലെങ്കിൽ തിരിച്ചാവാം. ആദ്യം റെഡ് പിന്നെ ബ്ലാക്ക് ആവാം. ഇത് ഫസ്റ്റ് ബോൾ ഇസ് ബ്ലാക്ക് ആൻഡ് ദെൻ ഇസ് റെഡ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ആദ്യം ബ്ലാക്ക് പിന്നെ റെഡ്. അപ്പം ഇങ്ങനെ തന്നെ വേണം, ബ്ലാക്ക് റെഡ് അല്ലെങ്കിൽ റെഡ് ബ്ലാക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് സാധ്യത എന്താ പറയൂ? വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. ഇത് വിത്ത് റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ആദ്യം ബ്ലാക്ക് ആവണം. അപ്പോൾ 10/18 അല്ലേ? 10 ബ്ലാക്ക് അല്ലേ? 10/18 ഇൻറ്റു പിന്നെ റെഡ് ആവാൻ സാധ്യത 8/18. വിത്ത് റീപ്ലേസ്മെന്റ് ആണ് 8/18 പ്ലസ് അല്ലെങ്കിൽ റെഡ് ബ്ലാക്ക് ആവണമെങ്കിൽ 8/18 ഇൻറ്റു ബ്ലാക്ക് ആവാൻ സാധ്യത 10/18. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ. സിംപ്ലിഫൈ ചെയ്യില്ല. അടുത്ത ചോദ്യം എന്താ? അറ്റ്ലീസ്റ്റ് 1 of the ball is red. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. Probability of at least 1 red. At least 1 red. At least 1 red എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക? At least 1 red. ഒരു ബോളെങ്കിലും റെഡ്. ഒരു ബോളെങ്കിലും റെഡ് പറഞ്ഞാൽ റെഡ് ബ്ലാക്ക് റെഡ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? 1 minus probability that no red. Probability of at least 1 red is 1 minus no red. അപ്പോൾ 1 minus no red എന്തായിരിക്കും? is equal to 1 minus no red എന്താ? രണ്ടും ബ്ലാക്ക് ആവാം. both are black. It is 1 minus രണ്ടും ബ്ലാക്ക് ആവാം. ആദ്യത്തെയും ബ്ലാക്ക് ആവാം, രണ്ടാമത്തെയും ബ്ലാക്ക് ആവാം. It is 10/18 into 10/18. സിംപ്ലിഫൈ ചെയ്യാം. 1 minus 100/364 ചെയ്യാം. 324. ഇത് വിത്ത് റീപ്ലേസ്മെന്റ് ആയിരുന്നു ചോദ്യം. ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരുന്നു എന്തായിരിക്കും ആൻസർ? ഒന്ന് പറയൂ. ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇഫ് ഇറ്റ് ഇസ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ? ആദ്യത്തെ ചോദ്യത്തിൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 red balls. 8/18 into 7/17. 8/18 into 7/17. ഈ കേസിലോ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താവും? 10/18 into it is 10/18. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം 10/18 into 8/17 plus 8/18 into 10/17 into 2 ചെയ്താൽ മതി. into 8/18 into 10/17 വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ. ഇങ്ങനെയാണെങ്കിലോ നോ റെഡ് ആണെങ്കിലോ അല്ല ചാൻസ് ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റെഡ് ആണെങ്കിലോ 1 minus both black. അപ്പോൾ ആദ്യത്തെയും ബ്ലാക്ക് ആവണം, പിന്നത്തെയും ബ്ലാക്ക് ആവണം. ആദ്യത്തെ ബ്ലാക്ക് ആവാൻ സാധ്യത
10 by 18 into without replacement ആണ്, but 10 by 18 into both are black. അപ്പോൾ ആദ്യത്തെയും ബ്ലാക്ക് ആവണം, രണ്ടാമത്തെയും ബ്ലാക്ക് ആവണം. രണ്ടാമത്തെ ബ്ലാക്ക് ആവുമ്പം 9 by 17. അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്താണ്? സെയിം ക്വസ്റ്റ്യൻ വിത്ത് റീപ്ലേസ്മെന്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, വിത്ത് റീപ്ലേസ്മെന്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇതേ ചോദ്യം തന്നെ ഈ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ല, 2 balls are drawn together at random എന്ന് പറഞ്ഞോളൂ. 2 balls are drawn together at random. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതേ ക്വസ്റ്റ്യൻ 2 balls are drawn together at random ആണെങ്കിൽ എന്താ ചെയ്യുക നോക്കാം. അത് ആ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യമാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഡ്രോൺ സക്സസീവ്ലി ആണ്, വിത്ത് റീപ്ലേസ്മെന്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇവിടെ നിങ്ങൾ ഡ്രോൺ ടുഗെദർ അറ്റ് റാൻഡം, അതായത് ഇതിന് പകരം ഡ്രോൺ ടുഗെദർ അറ്റ് റാൻഡം, വിത്ത് റീപ്ലേസ്മെന്റ് ഇല്ല. ഫ്രം എ ബോക്സ് ഈ വിത്ത് റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ ഡ്രോൺ ടുഗെദർ അറ്റ് റാൻഡം ആണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ. ഡ്രോൺ ടുഗെദർ അറ്റ് റാൻഡം ആണെങ്കിൽ എന്താ ചെയ്യുക? സെയിം ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ബോത്ത് ആർ ബ്ലാക്ക്, അല്ല ബോത്ത് ആർ റെഡ്. ബോത്ത് ആർ റെഡ് ചോദിക്കുമ്പം ടോട്ടൽ നമ്പർ ഓഫ് വേസ് നോക്കാം. ബോത്ത് ആർ റെഡ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് റെഡ് ബോൾസ്. ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഒരു ബോക്സിൽ 10 ബ്ലാക്ക് ബോൾസും 8 റെഡ് ബോൾസും ആണ്. യു ആർ ടേക്കിംഗ് 2 balls ടുഗെദർ അറ്റ് റാൻഡം. കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞത് സക്സസീവ് അറ്റ് റാൻഡം. അപ്പോൾ സക്സസീവില് വിത്ത് റീപ്ലേസ്മെന്റ് ഉണ്ടാവും, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഉണ്ടാവും. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ടുഗെദർ അറ്റ് റാൻഡം. ടുഗെദർ ആകുമ്പോൾ താഴെ ടോട്ടൽ ബോൾസ് 18, 18C2 കേട്ടിട്ടുണ്ടോ? C2 കോമ്പിനേഷൻസ് 18 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുക. യു ആർ ചൂസിങ് 2 balls ഫ്രം 18 balls. 18 balls 2 balls എത്ര സെലക്ട് ചെയ്യാം? 18C2 വേസ്. അതായിരിക്കും ടോട്ടൽ വേസ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്തായിരിക്കും? 2 റെഡ് ബോൾ കിട്ടണം. 2 റെഡ് ബോൾ 8 ബോളിനെ കിട്ടുള്ളൂ. മുകളിൽ 8C2. പിന്നെ ബോത്ത് ആർ റെഡ്. നമ്പർ 2. രണ്ടാമത്തെ എന്താ? 1 ball is black and the other is red. 1 ball is black. 1 black and 1 red. അപ്പോഴത്തെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് 18C2 തന്നെയാണ്. ന്യൂമറേറ്റർ എന്തായിരിക്കും? ഒരു ബ്ലാക്ക് വരണം. ഒരു ബ്ലാക്ക് 10 balls നിന്ന് ഒരു ബ്ലാക്ക് 10C1 വേസ്, മറ്റേത് 8C1 വേസ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ കൗണ്ടിങ് പ്രകാരം രണ്ടും നടക്കുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് 10C1 into 8C1. അതൊക്കെ ചെയ്യാം. 8C1 10C1 എന്ന് പറഞ്ഞാൽ 10 ആണ്, 8C1 എന്ന് പറഞ്ഞാൽ 8 ആണ്, 18C2 പറഞ്ഞാൽ 18 into 17 by 1 into 2 ആണ്. അതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊന്നും വാല്യൂറ്റ് ചെയ്യുന്നില്ല. 8C2 പറഞ്ഞാൽ 8 into 7 by 1 into 2 ആണ്, അറിയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? വാട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ? അറ്റ്ലീസ്റ്റ് 1 of them is red. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 is red എങ്ങനെ ചെയ്യാം? അറ്റ്ലീസ്റ്റ് 1 red. At least one red is 1 minus P of no red. കൺസെപ്റ്റ് സെയിം തന്നെ, പക്ഷേ അത് ഇവാലുവേഷൻ എങ്ങനെയാണ്? 1 minus no red എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് ആർ ബ്ലാക്ക്. റെഡ് കിട്ടേരുത്, അപ്പോൾ രണ്ടും ബ്ലാക്ക് ആവണം. അപ്പോൾ രണ്ടും ബ്ലാക്ക് ആവണമെങ്കിൽ ഇതിന്ന് 2 ബ്ലാക്ക് എടുക്കുക. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് 18C2. രണ്ടും ബ്ലാക്ക് ആവുന്ന വേ എന്താ? 10C2. ഇറ്റ് ഈസ് 1 minus 10C2 by 18C2. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി തൊട്ടിട്ടാണ് നിങ്ങളെ പോർഷൻസ് തുടങ്ങുന്ന ഇക്കൊല്ലം. പക്ഷെ എന്നാലും ഈ ചോദ്യം സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ അത് വരും തോന്നും, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ ഞാനൊരു കാര്യം പറയാം. വാട്ട് യു മീൻ ബൈ കണ്ടീഷണൽ പ്രോബിലിറ്റി? ഈ P of A given B ആണ് കണ്ടീഷണൽ പ്രോബിലിറ്റി. എന്താ പ്രോബിലിറ്റി ഓഫ് A given B പറഞ്ഞാൽ? ചാൻസ് ഓഫ് A if B has already happened. പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ ബിയുടെ ഫോർമുല എന്താ? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B ആണ്. ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി അല്ലേ? ചാൻസ് ഓഫ് A if B has already happened. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഒരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്തു. എ കോയിൻ ഇസ് ടോസ്ഡ് ട്വൈസ്. A coin tossed twice. If it is known that
one head has occurred. What is the chance? What is the chance that two heads has occurred? Has occurred. ഈ പെട്ടെന്ന് തോന്നിയാണ് ചിലപ്പോൾ അത് വന്നാലോ. ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്തു, ഒരു ഹെഡ് വീണു എന്ന് നിങ്ങൾക്ക് അറിയാം. കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. യു ഓൾറെഡി നോ ദാറ്റ് വൺ ഹെഡ് ഹാസ് ഓൾറെഡി ഫോളൻ. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ടു ഹെഡ്സ് ഹാവ് ഫോളൻ? എന്ന് ഞാൻ നിങ്ങൾ ചെയ്യാം. നോക്കൂ, ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ അറിയാം. സാമ്പിൾ സ്പേസ് എന്താ? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. അപ്പോൾ ഇതിൽ 2 ഇവൻറ്റ്സ് ഉണ്ട്. നോൺ, കണ്ടോ, ഇത് ഓൾറെഡി സംഭവിച്ച ഇവൻ്റാണ്. വൺ ഹെഡ് ഹാസ് ഓൾറെഡി ഒക്കർഡ്. അപ്പോൾ നമ്മളിവിടെ എയും ബിയും 2 ഇവൻറ്റ്സ് ഡിഫൈൻ ചെയ്യാം. ബി ഓൾറെഡി സംഭവിച്ച ഇവൻ്റ് ആണെന്ന് ചോദിക്കും. എന്താ ബി? വൺ ഹെഡ് ഹാസ് ഓൾറെഡി ഓക്കർഡ്. ഒരു ഹെഡ് ഓൾറെഡി വീണുണ്ട്. അപ്പോൾ ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യാൻ ഒരു ഹെഡ് എന്തായാലും വീണുണ്ട് പറഞ്ഞാൽ ടി ടി വീണിട്ടില്ല എന്നല്ലേ ഉറപ്പ്. അപ്പോൾ ബി പറഞ്ഞാൽ എന്തായിരിക്കും? ടി ടി ഒഴിച്ച് ബാക്കിയൊക്കെ. അപ്പോൾ ടി ടി ഒഴിച്ച് ബാക്കി പറഞ്ഞാൽ എച്ച് എച്ച് ആവാം, എച്ച് ടി ആവാം, ടി എച്ച് ആവാം. അപ്പോൾ ദാറ്റ് ഇസ് ബി. വാട്ട് ഇസ് എ? വാട്ട് ഇസ് എ ചാൻസ് ദാറ്റ് ടു ഹെഡ്സ് ഹാവ് ഒക്കർഡ്? 2 ഹെഡ് ആവാനുള്ള സാധ്യത. അപ്പോൾ ഇത് 2 ഹെഡ് അല്ലേ? ശ്രദ്ധിക്കാം. അതായത് ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്തു. ഇഫ് യു ഓൾറെഡി നോ ദാറ്റ് വൺ ഹെഡ് ഹാസ് ഓൾറെഡി ഫോളൻ, വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ടു ഹെഡ്സ് ഹാവ് ഫോളൻ? ഇതാണ് ചോദ്യം. അപ്പോൾ ഓൾറെഡി സംഭവിച്ച ഇവൻ്റ് ബി ആണ്, സംഭവിക്കേണ്ട ഇവൻ്റ് എ ആണ്. അപ്പോൾ വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി? Probability of A given B is equal to probability of A intersection B. What is probability of A intersection B? Probability of A intersection B is 1 by 4 divided by probability of B and the 3 by 4. And probability of A intersection B, രണ്ടുകൂടി കമ്പൈൻ ചെയ്താൽ A intersection B H H തന്നെയാണ്. ഇത് രണ്ടുകൂടി ഇന്റർസെക്ട് ചെയ്താൽ H H തന്നെയാണ്. H H സംഭവിക്കാൻ സാധ്യത 1 by 4 ആണ്. Probability of B സംഭവിക്കാൻ സാധ്യത 3 by 4 ആണ്. അപ്പോൾ 4 വെട്ടിപ്പോൾ ആൻസർ ഇസ് 1 by 3. ഓക്കെ, ഇതൊരു കണ്ടീഷണൽ പ്രോബിലിറ്റി നല്ല ചോദ്യമാണ്. ഇപ്പോൾ കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു, ഒരു ഹെഡ് ഓൾറെഡി വീണു എന്നറിയാം. 3 ഹെഡ് വീണിരിക്കാൻ സാധ്യത എന്താ? എ കോയിൻ ഇസ് ടോസ് 3 times. 1 head has already fallen. What is the chance that 3 heads have fallen? നിങ്ങൾ എന്താ ചെയ്യുക? എ കോയിൻ ഇസ് ടോസ് ട്വൈസ് എന്ന് പറയാം, ത്രൈസ്. ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ പറയാം, കാരണം അത് ചോദ്യം അങ്ങനെ ആവാലോ ചോദ്യം. ഈ ട്വൈസിന് പകരം ത്രൈസ് ആയി വെച്ചോളൂ. ത്രൈസ് ചോദ്യം സെയിം തന്നെ. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 1 head has already fallen. What is the chance that 3 heads have fallen? നിങ്ങൾ എന്താ ചെയ്യുക ഒന്ന് പറയൂ. ആദ്യം എയും ബിയും ഡിഫൈൻ ചെയ്യാം. എന്തായിരിക്കും എ, എന്തായിരിക്കും ബി? ഒന്ന് ഗസ് ചെയ്യും മക്കളെ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായിരിക്കും എ? എ പറഞ്ഞാൽ 3 ഹെഡ് വേണം അല്ലേ? എച്ച് എച്ച് എച്ച്. ബി പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോയിൻ 3 തവണയാണ് ടോസ് ചെയ്യുന്നത്, ഒരു ഹെഡ് വീണു എന്നറിയാം. അന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താ അറിയാം? 3 ടെയിൽ വീണിട്ടില്ല എന്നറിയാം. 3 ടെയിൽ വീണിട്ടില്ല പറഞ്ഞാൽ എന്താ? ദിസ് കണ്ടെയ്ൻസ് 7 കേസസ്. ആ കേസസ് മുഴുവൻ എഴുതണേ. ഞാൻ 7 കേസസ് എഴുതാൻ കാരണം അത് മുഴുവൻ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട്. ഏതൊക്കെ 7 കേസസ്? ടി 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 ഒഴിച്ച് ബാക്കിയുള്ള 7 കേസ്. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നെങ്കിൽ 8 കേസിലുണ്ടാവുക. അപ്പോൾ ആ ടി 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 ഒഴിച്ചിട്ടുള്ള ബാക്കി 7 കേസസ് എഴുതാം. അപ്പോൾ വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി? ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. A intersection B by probability of B. Well, what is probability of A intersection B? It is 1 by 8 divided by 7 by 8. Answer is 1 by 7. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു കോയിൻ 5 തവണ ടോസ് ചെയ്തു, ഒരു ഹെഡ് വീണു എന്നറിയാം. 5 പ്രാവശ്യം ഹെഡ് കിട്ടാൻ സാധ്യത എന്താ? 5 by 32 ഡിവൈഡഡ് ബൈ 31 by 32. കാരണം 32 കേസിൽ ഒരു ഹെഡ് വീണു എന്ന് പറഞ്ഞാൽ ആ എല്ലാ ഹെഡ് ടെയിൽ വീണിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു ഹെഡ് വീണു എന്ന് പറഞ്ഞാൽ താഴെ 31 കേസ് ഉണ്ടാവും. അതിലാണ് മുകളിൽ ഒരു കേസ് ഉണ്ടാവുക. 1 by 31. ഓക്കെ, 1 by 31. അപ്പം ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്തിട്ട് ഒരു ഹെഡ് വീണു, 2 ഹെഡ് വീഴാൻ സാധ്യത വെച്ചാൽ 1 by 3. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്തിട്ട് ഒരു ഹെഡ് വീണു, 3 ഹെഡ് വീണിരിക്കാൻ സാധ്യത വെച്ചാൽ 1 by 7. ഓക്കെ, ആ ചോദ്യം ശ്രദ്ധിക്കാം. അതുപോലെ ഒരു ഡൈ ടോസ് ചെയ്തു, ഈവൻ നമ്പറാണ് വീണത്, 2 വീണിരിക്കാൻ സാധ്യത എന്താ? A die is tossed, even number has fallen. What is the chance that 2 has fallen? 1 by 3. അല്ലേ? ഒരു ഡൈ 2 തവണ ടോസ് ചെയ്തു. Sum of the faces that appear on the top is 10. What is the chance that same face has appeared?
അത് ചിലപ്പോൾ ചോദിച്ചുവിടാന്നില്ല. അതായത് a die tossed twice. A die tossed twice. If it is known that the sum of the phases is 10, what is the chance that same phase has appeared? ഇതെങ്ങനെ ചെയ്യാൻ മക്കളെ എന്ന് പറയൂ. A die tossed twice 36 കേസ് ഉണ്ടാവും. A die tossed twice 36 കേസ് ഉണ്ടാവും. If it is known that some of the phases that appear on the top is 10, ഡൈയുടെ മുകളിലെ ഫേസ് 10 ആണെങ്കിൽ what is the chance that same phase has appeared? വെറുതെ same phase has appeared ചോദിച്ചാൽ the answer 6/36 ആണ്. അപ്പോൾ if it is known that some of the phases that appear on the top is 10, what is the chance that same phase has appeared? ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ A എഴുതുക, പിന്നെ B എഴുതുക. B എപ്പോഴും ഓൾറെഡി സംഭവിച്ച ഇവന്റ് ആയിക്കോട്ടെ. എന്താ ഓൾറെഡി സംഭവിച്ച ഇവന്റ് എന്താ? കൂട്ടിയാൽ 10 ആണ്. കണ്ടോ? സം ഇസ് 10. അപ്പോൾ കൂട്ടിയാൽ 10 ആവുന്ന കേസ് നോക്കുക. ഏതൊക്കെയാ കൂട്ടിയാൽ 10 ആവുന്ന? ഒരു ഡൈ 2 തവണ ടോസ് ചെയ്താൽ കൂട്ടിയാൽ 10 ആവുന്ന കേസ് ഏതൊക്കെയാ മക്കളെ? 5-5, പിന്നെ 6-4, അതായത് 6 ഇൻ ദ ഫസ്റ്റ് ടോസ്, 4 ഇൻ ദ സെക്കൻഡ് ടോസ്, പിന്നെ 4-6. ആകെ 3 കേസേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ 3 കേസ്? 5-5 അല്ലേ? ഇതൊക്കെ കോമൺ സെൻസ് ആണ്. 5-5, പിന്നെ 6-4, 6ഉം 4ഉം 10, 6-4, പിന്നെ 4-6. ആകെ 3 കേസ്. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് സെയിം ഫേസ് has appeared? A പറഞ്ഞാൽ സെയിം ഫേസ് ആണ്. A പറഞ്ഞാൽ സെയിം ഫേസ് വന്നാൽ 1 1 2 2 3 3 4 4 5 5 ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് A. എല്ലാം ഉണ്ടാവും. ചാൻസ് ദാറ്റ് സെയിം ഫേസ് has appeared. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് സെയിം ഫേസ് has appeared? അപ്പോൾ സെയിം ഫേസ് എന്താ? 1 1 ആവാം, 2 2 ആവാം, 3 3 ആവാം, 4 4 ആവാം, 6 6 ആവാം. അപ്പോൾ വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് A given B? Probability of A given B. Probability of A given B എന്താ? Probability of A given B is probability of A intersection B divided by probability of B. അപ്പോൾ എന്തായിരിക്കും ആൻസർ? Probability of A intersection B എന്താ? Probability of A given B is probability of A intersection B by probability of B. Probability of A intersection B എന്താ? ഇതിലുണ്ട് കോമൺ ആയിട്ടുള്ള ഏതാ? 5 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 1/36 divided by probability of B എന്താ? 3/36. ഈ 36 വെട്ടിപ്പം ആൻസർ ഇസ് 1/3. ഓക്കെ, 1/3. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം സിമ്പിളാണ്, ഒന്ന് നോക്കൂ. ഇങ്ങനത്തെ ചോദ്യം എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാം. P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്, P of B given A തന്നിട്ടുണ്ട്. ഫൈൻഡ് P of A intersection B, P of A given B. ഇങ്ങനെ ആദ്യം നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതുപോലത്തെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് A intersection B ആണ് ചോദിച്ചത്. അപ്പം എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ഓഫ് A intersection B യുടെ വാല്യൂ, പ്രോബിലിറ്റി ഓഫ് A given B യുടെ, പ്രോബിലിറ്റി ഓഫ് B given A തന്നിട്ടില്ല അല്ലേ? ഓക്കെ, വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് B given A? Probability of B given A യുടെ ഫോർമുല, it is equal to probability of B intersection A, at A intersection B, divided by probability of A. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി B given A അറിയാം, പ്രോബിലിറ്റി ഓഫ് A intersection B അറിയില്ല, പ്രോബിലിറ്റി ഓഫ് A അറിയാം അല്ലേ? അപ്പോൾ എല്ലാം അറിയാം. ദിസ് ഇസ് 0.4 അറിയുന്നൊക്കെ എഴുതാം. ദിസ് പ്രോബിലിറ്റി ഓഫ് A intersection B അറിയില്ല, ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A അറിയാം, ഇത് 0.8. അതിന് പ്രോബിലിറ്റി ഓഫ് A intersection B കാണാം. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് A intersection B? ഇസ് ഈക്വൽ ടു 0.8 ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഇസ് ഈക്വൽ ടു 0.32. എളുപ്പമല്ലേ? ഇനി വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് A given B? പ്രോബിലിറ്റി ഓഫ് A given B യുടെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താ പ്രോബിലിറ്റി ഓഫ് A given B യുടെ ഫോർമുല? ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് A intersection B by പ്രോബിലിറ്റി ഓഫ് B. അപ്പോൾ ഇൻ ദിസ് കേസ് വാട്ട് ഇസ് ദ ആൻസർ? പ്രോബിലിറ്റി ഓഫ് A intersection B is, നമ്മൾ കണ്ടില്ലേ, പ്രോബിലിറ്റി ഓഫ് A intersection B is 0.32 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B is 0.5. അത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. ഇനി വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് A union B? എങ്ങനെ പ്രോബിലിറ്റി ഓഫ് A union B കാണാം? What is probability of A union B? Probability of A union B is equal to probability of A plus probability of B minus probability of A intersection B. എല്ലാം അറിയാം. അപ്പോൾ A intersection B നമുക്ക് അറിയാം, it is 0.32. P of A അറിയാം, P of B അറിയാം. സിമ്പിൾ. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ, എയും ബിയും റിസസീവ് ആണോ, എയും ബിയും ഈക്വൽ ലൈക്ലി ആണോ ഒക്കെ ചോദിക്കും. അപ്പോൾ എയും ബിയും ഈക്വൽ ലൈക്ലി അല്ല, കാരണം 0.8ഉം 0.5 ഈക്വൽ ലൈക്ലി അല്ല, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല, കാരണം പ്രോബിലിറ്റി ഓഫ് A intersection B ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് A union B 1 അല്ല, അതുകൊണ്ട് എക്സോസ്റ്റീവ് അല്ല. അതുകൊണ്ട്
ഒന്നുമല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല, എക്സ്ക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവ് അല്ല, ഒന്നുമല്ല. അപ്പോൾ ചിലപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ അങ്ങനെ ഒരു കണക്ഷൻ കൂടി സാധ്യതയുണ്ട്. ഈസ് എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്, ഈസ് എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈസ് എ ആൻഡ് ബി എക്സോസ്റ്റീവ്, ജസ്റ്റിഫൈ യുവർ ആൻസർ, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഇതും അതേപോലെയാണ്. ഇപ്പം ഈ നോട്ട് ആൻഡ് ഡാഷ് ഒന്നുമില്ലാതെ വെറുതെ അങ്ങനെ ചോദിക്കും കേട്ടോ. ഗിവൺ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് പി ഓഫ് എ ഇസ് 0.3 ആൻഡ് പി ഓഫ് ബി ഇസ് 0.6. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താവും? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒറ്റ കാര്യമല്ലോ. എന്താ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ലക്ഷ്യം? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. അത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡൻസിന് മാത്രമുള്ള ലക്ഷണമാണ്. ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ബി ഉപയോഗിച്ചിട്ട് മാത്രമേ ഇൻഡിപെൻഡൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി, പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ടു ഇവൻറ്റ്സ്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഇസ്, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇസ് ഈക്വൽ ടു എന്താ? 0.3 ഇൻറ്റു 0.6 ചെയ്തൂടെ? ബിക്കോസ് 0.6 is 18, 0.18. എ ആൻഡ് നോട്ട് ബി എന്താ? എ ആൻഡ് നോട്ട് ബി പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. എ ആൻഡ് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ, നോട്ട് ബി പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ്. അത്രയേ ഉള്ളൂ. എ ആൻഡ് നോട്ട് ബി, ആൻഡ് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ, നോട്ട് ബി പറഞ്ഞാൽ ഡാഷ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതും വർക്ക് ചെയ്യും. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സോ അതേ കോംപ്ലിമെൻറ്റ്സ്. What is probability of A into probability of B dash? But direct ആയിട്ട് എഴുതാം. What is probability of A? 0.3. Probability of B dash എന്താ? Probability of B 0.6 ആണ്. അപ്പോൾ probability of B dash എന്തായിരിക്കും? 1 minus probability of B. It is 0.4. The answer is 0.12. ഇനി A or B എന്താ? A or B number 3. A or B means probability of A union B. അപ്പോൾ എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഓർ ബി, ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? പ്രോബിലിറ്റി ഓഫ് എ 0.3, പ്രോബിലിറ്റി ഓഫ് ബി 0.6 ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് 0.18. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം, നിങ്ങൾക്ക് സിമ്പിളാണ്. അടുത്തത് നോക്കൂ, നൈദർ എ നോർ ബി. നമ്പർ 4, നൈദർ എ നോർ ബി പറഞ്ഞാൽ എയും ഇല്ല ബിയും ഇല്ല. ഇതിൻ്റെ ഓൾജിബ്ര ഓഫ് സെറ്റ്സ് ഓർക്കണേ. നൈദർ എ നോർ ബി മീൻസ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. പ്രോബിലിറ്റി ഓഫ് എ ഡാഷ്, നൈദർ എ നോർ ബി മീൻസ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഡാഷ്. അത്രയേ ഉള്ളൂ. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ്? എയുടെ സാധ്യത തന്നിട്ടുണ്ട് 0.3. അപ്പോൾ വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഡാഷ്? അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇറ്റ് ഇസ് 0.7. പ്രോബിലിറ്റി ബി തന്നിട്ടുണ്ട് 0.6. അപ്പോൾ പ്രോബിലിറ്റി ബി ഡാഷ് ഇസ് 0.4 മൾട്ടിപ്ലൈ 0.28. ഇതിൽ നമ്പേഴ്സൊക്കെ മാറുന്നേ ഉള്ളൂ. ഈ ജാതി ചോദ്യം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും, നിർബന്ധമാണ്, മര്യാദയ്ക്കും വരും. പിന്നെ ഇതിൽ ഈക്വൽ ലൈക്കിലാണോ മുച്ചൂസീവ് ആണോ അതൊക്കെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഇതിലൊന്നും അല്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട. ഓക്കെ, അതേപോലത്തെ ചോദ്യം എഴുത്. ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻ്റ് ആണോ ചോദിക്കണ്ടേ? കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഈ കണ്ട് പ്രോബിലിറ്റി ഓഫ് ഇ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എഫ് ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് വന്നിട്ടുണ്ട്. ആർ ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡൻറ്റ്. എങ്ങനെ നിങ്ങൾ ചെയ്യാം? ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എന്താവണം? ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇ ഇൻറ്റു എഫ് ആവണം. അപ്പോൾ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണുക, പിന്നെ പ്രോബിലിറ്റി ഓഫ് എ ഇത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. പ്രോബിലിറ്റി ഓഫ് ഇ യു ചെക്ക് വെദർ ദിസ് വർക്ക് ഓർ നോട്ട്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ യെസ് ഇൻഡിപെൻഡൻറ്റ്, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അല്ല. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് നോക്കാം. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്? ഇ ഇൻ്റർസെക്ഷൻ എഫ് നമുക്ക് തന്നിട്ടില്ല കണ്ടോ, ഇ ഇൻ്റർസെക്ഷൻ എഫ് തന്നിട്ടില്ല കണ്ടോ, ഇ യൂണിയൻ എഫ് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ആ ഫോർമുല എടുക്കുക. വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്? എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. അതിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണും. ഇ യൂണിയൻ എഫ് എന്താ? 0.68 ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ എന്താ? 0.6 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് എന്താ? 0.2 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. അതിൽ നിന്ന് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇ ഇൻ്റർസെക്ഷൻ എഫ് കിട്ടി കണ്ടോ. 6 × 8 8ൽ നിന്ന് 80 60 12 അല്ലേ?
12 തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്യണേ. 0.12 ആണ്. 80 68 കുറയ്ക്കാം. ശരിയല്ലേ? 80 68 12. അപ്പം 12 ആണ്. ഇത് നോക്കൂ, വാട്ട് ഇസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് നോക്കാം. എന്തായിരിക്കും? 0.6 ഇൻറ്റു 0.2. അതും 12 അല്ലേ? 0.12. അപ്പോൾ ഇത് രണ്ടും ശരിയല്ലേ? Therefore, P of E intersection F is equal to P of E into P of F. Therefore, E and F are independent events. Of course, they are not mutually exclusive. Mutually exclusive അല്ല, independent ആണ്, exclusive അല്ല, exhaustive അല്ല, etc. Okay. അപ്പോൾ independent ആവണമെങ്കിൽ ഇത് മാത്രം ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. E intersection F is probability of E intersection F is probability of E into probability of F. Okay. അതേപോലത്തെ ചോദ്യമാണിത്. ഇത് നിങ്ങൾ വർക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ അറ്റ് യുവർ ലെവൽ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് അടുത്ത ലെവലിലുള്ള ചോദ്യം ചെയ്യാം. കാരണം അതൊരു ഭാഗത്ത് നിന്ന് ചോദിക്കും. നോക്കൂ, ഇതിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം, അതിലൊരു ചോദ്യം എന്തായാലും വരും പരീക്ഷയ്ക്ക്. ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം. ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം. ഈ ടോട്ടൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന മൂന്ന് ഏരിയാസാണ് ഇനി ചോദ്യം വരിക. ടോട്ടൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഏരിയയിൽ നിന്നാണ് ഇനി ചോദ്യം വരിക. ഞാൻ അതുവരെയുള്ള ചെയ്തു. ഇനി ഈ 3 ഏരിയാസ് പറയാൻ പോകണം. ആദ്യം നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഒരു സംഭവത്തിൻ്റെ സാധ്യത, ഒരു സംഭവം നടക്കാൻ ഒന്നിലധികം കാരണങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് ആ സംഭവം നടക്കാം, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് ആ സംഭവം നടക്കാം. അപ്പോൾ സംഭവം നടക്കുക പറഞ്ഞാൽ ഈ കാരണം ഉണ്ടായിട്ട് സംഭവം നടക്കാം, അല്ലെങ്കിൽ ഈ കാരണം ഉണ്ടായിട്ട് സംഭവം നടക്കാം, അല്ലെങ്കിൽ ഈ കാരണം ഉണ്ടായിട്ട് സംഭവം നടക്കാം. അതിനെ പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യത ഡ്രൈവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ആക്സിഡൻ്റ് ആവാം, കാറിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ട് ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് ആക്സിഡൻ്റ് ആവാം. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഇവൻറ്റ് നടക്കാം. അപ്പോൾ ഈ ഇവൻറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ കാരണം കൊണ്ട് ഈ സംഭവം നടക്കാം, ഇത് നടന്നിട്ട് ഈ സംഭവം നടക്കാം, അല്ലെങ്കിൽ ഇത് നടന്നിട്ട് ഈ സംഭവം നടക്കാം. അപ്പം ഒരു സംഭവം നടക്കാൻ ഒന്നിലധികം കാരണങ്ങളുണ്ടെങ്കിൽ ആ സാധ്യതയെ പറയുന്നവരാണ് ടോട്ടൽ പ്രോബബിലിറ്റി. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ടോട്ടൽ പ്രോബബിലിറ്റി പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. ഒരു കൂട്ടം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. H1 ഒരു ഇവൻറ്റ്, H2 ഒരു ഇവൻറ്റ്, E എന്നുള്ളൊരു ഇവൻറ്റ് ഇങ്ങനെ ഉണ്ടാവും. ആ E എന്നുള്ള ഇവൻറ്റ് H1ലും പെടാം, H2ലും പെടാം, വേണമെങ്കിൽ H3 ഉണ്ടാവാം, H1ഓ H2ഓ H3ഓ ഇങ്ങനെ ആവാം. അപ്പോൾ ആ ഇവൻറ്റ്സ് ഒക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, എക്സോസ്റ്റീവ് ആയിരിക്കും. ഈ H1ഉം H2ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, എക്സോസ്റ്റീവ് ആയിരിക്കും. ആൻഡ് E ഈസ് എൻ ഇവൻറ്റ് ദാറ്റ് മേ ഒക്കർ ഇൻ H1 ഓർ ഇൻ H2. അങ്ങനെയാണെങ്കിൽ ഈ സംഭവിക്കാനുള്ള സാധ്യത, ഇത് സംഭവിക്കാനുള്ള സാധ്യത, പ്ലസ് ഇത് സംഭവിക്കാനുള്ള സാധ്യത, ഇതിനാണ് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയും. ഓക്കെ, ടോട്ടൽ പ്രോബബിലിറ്റി. അതിലൊരു എക്സാമ്പിൾ പറയാം. ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ഈ ചോദ്യം, എ സ്പീക്സ്, ഒരാളുടെ പേരാണ് എ. എ സ്പീക്സ് ട്രൂത്ത് ഇൻ 3 out of 4 കേസസ്. കുറച്ച് കളവ് പറയുന്ന ആളാണ്. 75% സത്യമുള്ളൂ. 4 കാര്യം പറഞ്ഞാൽ 3 കാര്യം സത്യം ഉണ്ടാവുള്ളൂ. കേസസ്. ഹി ത്രോസ് എ ഡൈ. അത് പറയാൻ പറ്റുമോ? ഹി ത്രോസ് എ ഡൈ. ഹി ത്രോസ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്തു. അയാളൊരു ഡൈ ത്രോ ചെയ്തു. കളവ് പറയുന്ന ആളാണ്, ഡൈ ത്രോ ചെയ്തു. ഇപ്പം നമ്മളിപ്പം സത്യം പറയുന്ന ആളാണ്. ഡൈ ത്രോ ചെയ്തു, 6 വീണു. 6 വിളിച്ച് പറയാനുള്ള സാധ്യത എന്താ? 6 വീണാൽ 6 വിളിച്ച് പറയും അല്ലേ? ഇയാളെന്താ വെച്ചാൽ കളവ് പറയുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ 6 വീണാലും 6 വിളിച്ച് പറയും, 6 വീണില്ലെങ്കിലും 6 വിളിച്ച് പറയും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പം ഇയാളുടെ ആ 6 വിളിച്ച് പറയലിൻ്റെ ഇവൻറ്റ് സത്യമായിട്ടും 6 വിളിച്ചിട്ട് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ കളവായിട്ട് 6 വിളിച്ചിട്ട് പറഞ്ഞിട്ടാവാം. മനസ്സിലായോ? അത് ടോട്ടൽ പ്രോബബിലിറ്റിയാണ്. ആ ടോട്ടൽ പ്രോബബിലിറ്റിയിലെ ലക്ഷണം ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എന്താണ്? എ എന്നുള്ള ആൾ സ്പീക്സ് ട്രൂത്ത് ഇൻ 3 out of 4 കേസസ്. ഹി ത്രോസ് എ ഡൈ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി റിപ്പോർട്ട്സ് 6 വിളിച്ച് പറയാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? നോക്കാം. ഇനി നമുക്ക് ആ ചോദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. അവിടെ 2 ഇവൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 2 ഇവൻറ്റ്സ്? അയാൾ സത്യം പറയാം, അല്ലെങ്കിൽ കളവ് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ H1 എന്നുള്ള ഇവൻറ്റ് ഡിഫൈൻ ചെയ്യാം. H1, എ സ്പീക്സ് ട്രൂത്ത്.
A speaks truth. സത്യം പറയും. H2 എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. A speaks lie. ഇനി E എന്നുള്ള ഇവന്റ് ഡിഫൈൻ ചെയ്യാം. E എന്നുള്ള ഇവന്റ് ഇതാണ് നമ്മൾ അയാളെ റിപ്പോർട്ട് ചെയ്യുന്നത്. E എന്നുള്ള ഇവന്റ് അയാളെ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ E is event, he report, A reports 6. Reports 6. 6 എന്നുള്ളത് 7, 6 എന്നുള്ളത് 5 ആവാട്ടോ. 5 4 എന്തെങ്കിലും ആവാം. ഓക്കെ. A reports 6. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യൽ സത്യമായിട്ടും റിപ്പോർട്ട് ചെയ്താവാം, അല്ലെങ്കിൽ കളവായിട്ടും റിപ്പോർട്ട് ചെയ്യാം. ആ ഇവന്റ് സത്യത്തോടെ ആവാം, അല്ലെങ്കിൽ കളവോടെ ആവാം. Is that clear? അപ്പോൾ E is an event that may occur in H1 or in H2. അപ്പോൾ what is the chance of E? അപ്പോൾ chance of E, what is chance of E പറഞ്ഞാൽ അത് ടോട്ടൽ പ്രോബിലിറ്റി ആണ്. What is chance of E? ഈ കഷ്ണം എന്താ? ഈ കഷ്ണം പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ H1 ആണ്. E ഇന്റർസെക്ഷൻ H1 ആണ്. ഈ കഷ്ണം എന്താണ്? പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ H2 ആണ്. അല്ലേ? ഈ കഷ്ണം പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ H2 അല്ലേ? This is E intersection H1 and this is E intersection H2. അപ്പോൾ this രണ്ടും കൂടി കഷ്ണം ഇതാക്കുക, ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പം you know P of E intersection H1 is P of H1. നമുക്കറിയാലോ P of E given H1. This is P of H1 into P of E given H1 ആണത്. എന്താ കാരണം? What is P of E given H1? P of E given H1 എന്ന് പറഞ്ഞാൽ P of E intersection H1 divided by P of H1 ആണ്. അപ്പോൾ you can say P of E intersection H1 as P of E given H1 into P of H1. അപ്പോൾ അങ്ങനെ എഴുതാം. പ്ലസ് P of H2. P of H2 എന്താ? അതന്നെ P of H2 into P of E given H2. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? സത്യം പറയാനുള്ള സാധ്യത 3 out of 4 കേസാണ്. അപ്പോൾ 3/4. ഇനി സത്യമാണ് പറയണമെങ്കിൽ 6 റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത നമ്മളൊക്കെ പറയും പോലെ ഇറ്റ് ഈസ് 1/6 പ്ലസ് H2 കളവ് പറയാനുള്ള സാധ്യത 1/4. കളവാണ് പറയണമെങ്കിൽ 6 റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത. കളവാണ് പറയണമെങ്കിൽ 6. അപ്പം 6 ഒഴിച്ച് 1 വീണാലും 6 വിളിച്ച് പറയാം, 2 വീണാലും 6 വിളിച്ച് പറയാം, 3 ആയാലും 4 ആയാലും 5 ആയാലും 6 വിളിച്ച് പറയാം. അപ്പോൾ വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റിപ്പോർട്ടിംഗ് 6 ഇഫ് ഇറ്റ് ഈസ് സെയിങ് ദ ലൈ? കളവാണ് പറയണമെങ്കിൽ 6 റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത എന്താ? 5/5 ആണ്. അല്ലേ? മനസ്സിലായോ? 24, 5, 3, 8. സിംപ്ലിഫൈ ചെയ്യാം. അപ്പം ഇത് ഒരു ടോട്ടൽ പ്രോബിലിറ്റിയാണ്. ദിസ് ഇസ് ടോട്ടൽ പ്രോബിലിറ്റി. അപ്പം ശ്രദ്ധിക്കുക നന്നായിട്ട്. എന്താ ടോട്ടൽ പ്രോബിലിറ്റിയുടെ ഐഡിയ? പ്രോബിലിറ്റി ദാറ്റ് ഹി റിപ്പോർട്ട് 6 ഇസ് ഈക്വൽ ടു സത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം 6, അല്ലെങ്കിൽ കളവായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സത്യമായിട്ട് 6 പറയാം, 6 റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കളത്തരം പറഞ്ഞിട്ട് 6 റിപ്പോർട്ട് ചെയ്യാം. Can you understand? It is total probability. ഓക്കെ. ഇതിൻ്റെ റിവേഴ്സാണ് ബേസ് തിയറം. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് എങ്ങനെയാണ് ബേസ് തിയറം വരുന്നത്? ഒരാൾ കുറച്ച് കളവ് പറയുന്ന ആളാണ്. ഹി ത്രോസ് എ ഡൈ ആൻഡ് റിപ്പോർട്ട് 6. വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ആക്ച്വലി ദർ വാസ് എ 6? ശരിക്കും 6 ആയിരിക്കാനുള്ള സാധ്യത. കാരണം കളവ് പറയുന്ന ആളാണല്ലോ. അപ്പോൾ കളവ് പറയുന്ന ആളാണെങ്കിൽ അയാൾ 6 പറഞ്ഞാൽ ചിലപ്പോൾ 6 ആവാം, ചിലപ്പോൾ 6 ആവാതിരിക്കാം. അപ്പോൾ തിരിച്ചാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ആയി, ഡ്രൈവറെ കുഴപ്പം കൊണ്ടാണോ, ട്രാഫിക്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ, കാറിൻ്റെ പ്രശ്നം കൊണ്ടാണോ, തിരിച്ചു വരികയാണ്. നമ്മളിപ്പോൾ എൻക്വയറി ഒക്കെ അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ ആദ്യം ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള പരിപാടികളാണ്. അത് ടോട്ടൽ പ്രോബിലിറ്റിയാണ്. ഇപ്പം നമ്മൾ സംഭവം നടന്നിട്ട് പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ എന്താണ്? അത് ബേസ് തിയറാണ്. ആക്സിഡൻ്റ് ആയി, ഡ്രൈവറിൻ്റെ കുഴപ്പം കൊണ്ടാണോ, പിന്നെ കാറിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ കുഴപ്പം കൊണ്ടാണോ, അപ്പോൾ തിരിച്ചു വരുന്നതിന് വി കോൾ ഇറ്റ് റിവേഴ്സ് പ്രോബിലിറ്റി. അപ്പോൾ ഇതേ സാധനം എങ്ങനെ റിവേഴ്സ് പ്രോബിലിറ്റി ആക്കുക, ബേസ് തിയർ ആക്കുക? ഇത് തീർച്ചയായിട്ടും ബേസ് തിയറും ടോട്ടൽ പ്രോബിലിറ്റി കണക്ട് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ബേസ് തിയറം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇത് ബേസ് തിയറം നോക്കാം. വാട്ട് ഇസ് ബേസ് തിയറം? ഇതേ ചോദ്യം ഞാൻ ബേസ് തിയർ ആക്കുക നോക്കോളൂ. ബേസ് തിയറം A speaks truth in 3. The same question ബേസ് തിയറത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇത് A-B ആയിട്ടാണ് ചോദിക്കാം. A-B പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചോദിക്കാം. ബേസ് തിയറം A speaks truth in 3 out of 4 cases. He throws a die. And reports 6. He throws a die and he reports 6. What is the probability that actually there was a 6?
ശരിക്കും 6 ആവാനുള്ള സാധ്യത ജസ്റ്റ് സത്യം പറഞ്ഞിരിക്കാനുള്ള സാധ്യത അത് ബേസ് ഇയർ ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പം ഈ കഴിഞ്ഞ ചോദ്യം ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. A speaks truth in 3 out of 4 cases. He throws a die and he reports 6. What is the probability? Actually there was a 6. പിന്നിലേക്കാണ് പോകണം. അത് റിവേഴ്സ് പ്രോബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? ഇതേപോലെ തന്നെ ചെയ്യാം. 2 ഇവൻറ്റ്സ് ഉണ്ട്, H1 H2. ഇത് H1 ആണ്, ഇത് H2 ആണ്, ഇത് E ആണ്, ഇതേപോലെ തന്നെ ഇവിടെ H1 ഡിഫൈൻ ചെയ്തു, സേസ് ദ ട്രൂത്ത്. H2 പറഞ്ഞു, സേസ് ഇത് ട്രൂത്ത് ആണ്, A സേ ദ ട്രൂത്ത്. മുഴുവൻ പറയണം കേട്ടോ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ മാതിരി തന്നെ എല്ലാം പറയണം. ലൈ E പറഞ്ഞവൻ എന്താ? ഹി റിപ്പോർട്ട് 6. എന്താ അവിടെ ചോദിച്ചത്? വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? എന്താ ചോദ്യം? ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ഇറ്റ് ഈസ് known that he reports 6, what is the chance that actually there was a 6? അപ്പോൾ ഓൾറെഡി സംഭവിച്ച ഇവന്റ് എന്താ? 6 ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. സത്യമായിട്ടും 6 ആവാനുള്ള സാധ്യത എന്താ? ഇതാണ് ചോദ്യം. P of H1 given E ആണ് ചോദ്യം. മനസ്സിലായോ? E ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ട് H1 given E ആണ് ചോദ്യം. എന്താ ഫോർമുല? P of E intersection H1 divided by P of E. ശരിയല്ലേ? ആൻഡ് P of E intersection H1 എന്താ? P of H1 into P of E given H1. ആൻഡ് P of E നമ്മളിപ്പോൾ കണ്ടാണ് ടോട്ടൽ പ്രോബിലിറ്റി. ഇറ്റ് ഇസ് P of H1 into P of E given H1 divided by പ്ലസ്, ഓർമ്മയില്ലേ ഇപ്പം നമ്മൾ ചെയ്ത P of E ന്റെ ടോട്ടൽ പ്രോബിലിറ്റി അല്ലേ? അപ്പോൾ എന്തായിരിക്കും? P of H2 into P of E given H2. അപ്പോൾ വാട്ട് ഈസ് P of H1? H1 എന്ന് പറഞ്ഞാൽ സത്യം പറയാനുള്ള സാധ്യത എത്രയാ? 3 out of 4 cases, 3/4 ഇൻറ്റു സത്യമാണ് പറയണമെങ്കിൽ 6 റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത 1/6. താഴെ 3/4 ഇൻറ്റു 1/6 ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു കളവ് പറയാൻ സാധ്യത 1/4. കളവ് പറയുകയാണെങ്കിൽ 6 പറയാൻ സാധ്യത 5/6. ഇതെല്ലാം വെട്ടിപ്പോവും, 24 വെട്ടിപ്പോവും. ആൻസർ ഇസ് 3/8. ഓക്കെ, അപ്പം താഴെയുള്ളത് ടോട്ടൽ പ്രോബിലിറ്റി ആയിരിക്കും, മുകളിലുള്ളത് അനുകൂല സാധ്യതയായിരിക്കും. അപ്പോൾ ബേസ് ഇയർ ആകുമ്പോൾ ഡിനോമിനേറ്റർ വിൽ ബി ദ ടോട്ടൽ പ്രോബിലിറ്റി, ന്യൂമറേറ്റർ വിൽ ബി ദ ഫേവറബിൾ പ്രോബിലിറ്റി. അപ്പം ബേസ് ഇയറും ടോട്ടൽ പ്രോബിലിറ്റിയും ബന്ധിപ്പിച്ചിട്ടുള്ള ഉറപ്പാണ് ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. അതിൽ ഞാൻ വേറൊരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. ബേസ് ഇയർത്തിലെ ടോട്ടൽ പ്രോബിലിറ്റിയിൽ ബേസ് ചെയ്തിട്ട് ഞാൻ വേറൊരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഈ ചോദ്യം രണ്ട് ബാഗ്സ് ഉണ്ട്, ബാഗ് 1 ആൻഡ് ബാഗ് 2. ഒരു ബാഗിൽ ഇതാ 2 ബാഗ് ഉണ്ട്. നോക്കൂ, ദിസ് ഇസ് ബാഗ് 1. 3 റെഡ് ബോൾസ് ഉണ്ട്, 4 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. വേറൊരു ബാഗ് ഉണ്ട്, ആ ബാഗിൽ 5 റെഡ് ബോൾസ് ഉണ്ട്, 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. 1 ball is drawn at random from one of the bags and is found to be red. കണ്ടോ, and is found to be red. Found to be red എന്ന റെഡ് ആയി ഓൾറെഡി. What is the chance that it was drawn from bag 2? അത് ബേസ് ഇയർ ആണ്. അപ്പം one ball is drawn from one of the bag. What is the chance that it is red? എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? 1 ball is drawn from one of the bag and is found to be red. അല്ല, found to be red അല്ല. 1 ball is drawn from one of the bag. What is the chance that it is red? ചോദിച്ചാൽ ടോട്ടൽ പ്രോബിലിറ്റി ആണ്. If it is found that it is red, what is the chance that it has come from bag 1? ചോദിച്ചാൽ ബേസ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ഇയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ ഇവൻ്റെ H1 H2. H1 എന്താ? ബോൾ കമ്മിങ് ഫ്രം ബോക്സ് 1. H2 എന്താ? ബോൾ കമ്മിങ് ഫ്രം ബോക്സ് 2. ഈ എന്നുള്ള ഇവൻ്റ് എന്താ? ഇറ്റ് ഇസ് റെഡ് ബോൾ. ബോൾ ഇസ് റെഡ്. അപ്പോൾ ചോദ്യം എന്താ? റെഡ് ആണ് ഓൾറെഡി സംഭവിച്ചതെങ്കിൽ വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ഇറ്റ് ഹാസ് കം ഫ്രം ബാഗ് 2? ബാഗ് 2 എന്ന പ്രോബിലിറ്റി ഓഫ് H2. അപ്പോൾ P of H2 ഗിവൺ എന്താ? ബേസ് ഇയർ ആണത്. P of H2 ഗിവൺ യുടെ ഫോർമുല എന്താ? ഇറ്റ് ഇസ് P of H2 into P of E given H2 divided by total probability. എന്താ ടോട്ടൽ പ്രോബിലിറ്റി വരിക? P of H1 into P of E given H1 divided plus P of H2 into P of E given H2. ഈ ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ.
ഞാൻ അതുകൊണ്ടാണ് ഇത് ഡെറൈവ് ചെയ്തത്. പി ഓഫ് ഈ ഫോമുലയിൽ ഞാൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഫോമുല നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, നിർബന്ധമാണ്, പരീക്ഷയ്ക്ക് വരും, ഉറപ്പാണ്. പി ഓഫ് H2 ഇൻറ്റു പി ഓഫ് E given H2. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ സാധ്യതകൾ പറയും മക്കളെ. പി ഓഫ് H2 ആദ്യത്തെ ബോക്സ് എടുക്കാനുള്ള സാധ്യത, 2 ബോക്സുകൾ, ഇപ്പോൾ 4 ബോക്സ് ഉണ്ടെങ്കിൽ 1/4 ആയിരിക്കും, 2 ബോക്സ് ആയതുകൊണ്ട് 1/2. അപ്പോൾ ഇറ്റ് ഇസ് 1/2 ഇൻറ്റു രണ്ടാമത്തെ ബോക്സ്. രണ്ടാമത്തെ ബോക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ H2. അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡ് കിട്ടാൻ സാധ്യത. അപ്പോൾ ഇതിൽ നിന്ന് റെഡ് കിട്ടാൻ സാധ്യത എന്താ? 5/11 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു ആദ്യത്തെ ബോക്സ് കിട്ടാൻ സാധ്യത 1/2. ഇതിൽ നിന്ന് റെഡ് കിട്ടാൻ സാധ്യത 3/7 പ്ലസ് 1/2 ഇൻറ്റു 5/11. ഇതാണ് ബേസ് തിയറം. ഇതിപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിൽ ഡിനോമിനേറ്റർ മാത്രമാവുമായിരുന്നു ആൻസർ. എന്താ ഇങ്ങനെയായിരുന്നെങ്കിൽ 1 ball is drawn from one of the box, what is the chance that it is red? ചോദിച്ചാൽ ഡിനോമിനേറ്റർ മാത്രം ആൻസർ. If it is known that it is red, what is the chance it has come from box 1? ചോദിച്ചാൽ എന്തായിരിക്കും? 1/2 ഇൻറ്റു 3/7 ആയിരിക്കും ന്യൂമിനേറ്റർ. What is the chance it has come from box 2 എന്ന്? 1/2 ഇൻറ്റു 5/11 ആയിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വേർതിരിച്ച് പഠിക്കാം. ബേസ് തിയറം ടോട്ടൽ പ്രോബബിലിറ്റിയിൽ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, ഷുവറാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിലാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. ഇങ്ങനത്തെ ഒരു ചോദ്യം, അത് ഡിസ്ട്രിബ്യൂഷനിലുള്ള ചോദ്യമാണ്. Exclude the number of hours you study during a randomly selected school day. Probability that x can take values x in the following form, where k is some unknown constant. ഇവിടെ നിങ്ങൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോഡൽ എക്സാമിനേഷനും ഈ സാധനം ഉണ്ടായിരുന്നു ഏകദേശം ഇതുപോലെ. അപ്പോൾ ആദ്യം റാൻഡം വേരിയബിൾ, ഇതാണ് റാൻഡം വേരിയബിൾ. നമ്പർ ഓഫ് അവേഴ്സ് യു സ്റ്റഡി ആ റാൻഡം വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ സാധ്യത പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്താണ്? ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ഈക്വൽ ടു എക്സ് പറഞ്ഞാൽ ഇഫ് അതായത് എക്സ് ക്യാൻ ടേക്ക് വാല്യൂസ് എക്സ് ഫോളോയിങ് ദ ഫോം വേർ കെ ഈസ് സം അൺനോൺ വാല്യൂ. അപ്പം 0.1 ഇഫ് 0, എക്സ് 0 ആണെങ്കിൽ സാധ്യത 0.1 ആണ്. എക്സ് 1 or 2 ആണെങ്കിൽ 1 or 2 ആണെങ്കിൽ കെ എക്സ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽസ് 1 ആണെങ്കിൽ കെ, പി ഓഫ് എക്സ് ഈക്വൽസ് 2 ആണെങ്കിൽ കെ ഇൻറ്റു 2, അപ്പോൾ 2k. ഇനിയോ 3 or 4 ആണെങ്കിൽ 5 മൈനസ് എക്സ്, കെ ഇൻറ്റു 5 മൈനസ് എക്സ്. അപ്പോൾ 3 ആണെങ്കിൽ എക്സിന് പകരം 3 കൊടുക്കാം, കെ ഇൻറ്റു 5 മൈനസ് 3, അപ്പോൾ 2k. 4 ആണെങ്കിലോ 4 ആണെങ്കിൽ കെ ഇൻറ്റു 5 മൈനസ് 4, ഇറ്റ് ഇസ് 4 ഇൻറ്റു 1, it is k itself. അല്ലേ? 4 ആണെങ്കിൽ 4k ഇൻറ്റു 4 ആണെങ്കിൽ k മാത്രം. 5 ആണെങ്കിലോ 0, അതർവൈസ് ബാക്കിയുള്ളതൊക്കെ 0. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. വി കോൾ ഇറ്റ് ആസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്താ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ റാൻഡം വേരിയബിളും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്താ റാൻഡം വേരിയബിൾ? ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹോസ് ഡൊമെയിൻ ഇസ് സാമ്പിൾ സ്പേസ്. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ എഴുതാം, റാൻഡം വേരിയബിളും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതാം. ഇങ്ങനെ വന്നാൽ ഈ സാധ്യതകളെല്ലാം മുച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആണ്. മുച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആണെങ്കിൽ കൂട്ടിയാൽ 1 കിട്ടും. 2, 3, 4 ഇവൻറ്റ്സ് മുച്വലി എക്സ്ക്ലൂസീവ്, അതായത് ഒന്നിൽ കൂടുതൽ ഇവൻറ്റ്സ് മുച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവ് ആണെങ്കിൽ സാധ്യതകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് 1. അപ്പം ഇതും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പം k പ്ലസ് 2k 3k 5k 6k. അപ്പം 6k പ്ലസ് 0.1 എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ 6kയുടെ വാല്യൂ എന്താവണം? 0.9. 1 മൈനസ് 0.9. അപ്പോൾ kയുടെ വാല്യൂ എന്താ? 0.9 ഡിവൈഡഡ് ബൈ 66. വാട്ട് ഈസ് 0.9 ബൈ 6? ഇറ്റ് ഈസ് 9/60 അല്ലേ? 9/60, 3/20. അപ്പോൾ kയുടെ വാല്യൂ 3/20 ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? k ഈക്വൽസ് 3/20. അപ്പോൾ ഇതിലും കൂടി കൂട്ടുക, kയുടെ വാല്യൂ കാണും. എന്താ രണ്ടാമത്തെ ചോദ്യം? വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours? ഈ അറ്റ്ലീസ്റ്റ് 2 hours പറയുമ്പം അതിൻ്റെ അർത്ഥം ഇതാണ്. അറ്റ്ലീസ്റ്റ് 2 hours മീൻസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് അറ്റ്ലീസ്റ്റ് 2 hours. അറ്റ്മോസ്റ്റ് 2 hours ആണെങ്കിലോ? ഇഫ് ഇറ്റ് ഈസ് അറ്റ്മോസ്റ്റ് 2 hours പി ഓഫ് എക്സ്, ഇത് പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 hours.
at least 2 hours. ഇത് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. At least 2 hours ആണെങ്കിൽ P of x less greater than equal to 2. ഇതിപ്പോൾ at most 2 hours ആണെങ്കിലോ at most 2 hours ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? P of x less than or equal to 2. അപ്പോൾ at most പറയുമ്പോൾ ലെസ് ദാൻ നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടാവും. at least പറഞ്ഞാൽ ലെസ് ദാൻ equal to 2, greater than equal to 2. അപ്പോൾ P of x greater than equal to 2 ആണെങ്കിൽ എന്താവും? P of x equal to 2 ആവാം പ്ലസ് P of x equal to 3 ആവാം. മുച്ചുവലി എക്സോസ്റ്റീവ് അല്ലേ? പിന്നെയോ 4 വരെ പോകുന്നുള്ളത് തോന്നുന്നു അല്ലേ? 4 കഴിഞ്ഞാൽ പിന്നെ 0 അല്ലേ? P of x equals 4 വരെ പോകുന്നുണ്ട്. അപ്പോൾ P of x equal to പ്ലസ് P of x equal to 4. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതിൻ്റെ സാധ്യതകളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ P of x equals 2ൻ്റെ വാല്യൂ എന്താ? P of x equals 2ൻ്റെ വാല്യൂ if x equals 2, 2k ആണ്. അപ്പോൾ 2k, 2k, k ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2k, 2k, k എത്രയാണ്? 5k. അപ്പോൾ it is 5k. It is 2k plus 2k plus k is equal to 5k. And you know k യുടെ വാല്യൂ എന്താ? It is 5 into k യുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടതാണ്. k യുടെ വാല്യൂ എന്താ? It is 3/20. അപ്പം this is 5 into 3/20. Answer is 3/4. അത് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ചോദിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറയാണ്. P of x ലെസ് ദാൻ at most 2 ആണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാം? It is P of x equal to 0 plus P of x equal to 1 plus P of x equal to 2. അപ്പോൾ എന്തായിരിക്കും ആൻസർ? P of x equals 0 പറയുമ്പോൾ x equals 0 പറയുമ്പോൾ 1/0.1. It is 0.1 plus P of x equals 1 ഉം 2 ആകുമ്പോൾ 1 ഉം 2 ആകുമ്പോൾ k plus 2k ചെയ്താൽ മതി. It is 3k. 0.1 is 1/10 plus 3k is 3 into k യുടെ വാല്യൂ 3/20. LC എടുക്കുക. ഇത് 20 ആണെങ്കിൽ 2 വരും. അപ്പോൾ 9 plus 2 11. 11/20. ഓക്കെ. ഇനി ഇതിൽ അറ്റ്മോസ്റ്റ് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു മാത്രം. അറ്റ്മോസ്റ്റ് 2 hours ചോദിച്ചിട്ടുണ്ട് അല്ലേ? എക്സാക്ട്ലി 2 hours. വാട്ട് യു മീൻ ബൈ എക്സാക്ട്ലി 2 hours? എക്സാക്ട്ലി 2 hours എന്നാൽ P of x is equal to 2. അത് മാത്രം എടുത്താൽ മതി. P of x equal to 2 ആകുമ്പോൾ 2k മാത്രം ഉണ്ടാവും. is equal to 2 into k യുടെ വാല്യൂ എന്താ? 3/20. അപ്പോൾ ആൻസർ ഇസ് 6/20. അപ്പോൾ എങ്ങനെയാണോ ഈ ചോദിക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ഐഡിയ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് 1. ഇനി അതിൽ വേറൊരു കാര്യമുള്ളത്, ഒരു ഡാറ്റയിൽ മീനും വേരിയൻസും ചിലപ്പം അത് ഇപ്രാവശ്യം അത് നോൺ ഫോക്കസ് ഏരിയ ആണ്, അതുകൊണ്ട് ഈ സാധനം ചോദിക്കാൻ സാധ്യതയുണ്ട് തോന്നും. മീനും വേരിയൻസും ബൈനോമിയൽ അല്ല പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും നോക്കൂ. 2 cards അതിൽ കൺസെപ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വേഗം പറയാം. അതായത് ഇത് എക്സ് ആണ്, ഇത് പി എക്സ് ആണെങ്കിൽ, ഇത് x1 x2 എക്സെട്ര xn, ഇത് p1 p2 എക്സെട്ര pn ആണെങ്കിൽ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ദിസ് ഇസ് മീൻ. വി കോൾ ദിസ് ആസ് മീൻ. മീനിൻ്റെ ഫോർമുല സിഗ്മ xi pi ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ആയിട്ട് കൂട്ടാം, ഇത്രയേ ഉള്ളൂ. സിഗ്മ xi pi ബൈ ഹാർട്ട് പഠിക്കാം. വേരിയൻസ് പറഞ്ഞാൽ വേരിയൻസിൻ്റെ ഫോർമുല ഇറ്റ് ഇസ് സിഗ്മ xi സ്ക്വയർ pi മൈനസ് മ്യൂ സ്ക്വയർ ആണ്. എസ് ഡി പറഞ്ഞാൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഈ മൂന്നെണ്ണം കാണാതെ പഠിക്കാം. മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, വേരിയൻസ് സിഗ്മ xi സ്ക്വയർ pi മൈനസ് മ്യൂ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഓർക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 cards are drawn successively with replacement from a well-shuffled pack of 52 cards. Find the probability distribution of the number of aces. 2 cards are drawn. 2 കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ് പറയുന്നത് നമ്പർ ഓഫ് ഏസസ്. ആദ്യം 2 കാർഡ് എടുക്കുന്നതും ഏസ് ആവാം, പിന്നെ ഏസ് കിട്ടാതിരിക്കാം, ഒരു ഏസ് മാത്രം കിട്ടാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ് പറഞ്ഞാൽ നമ്പർ ഓഫ് ഏസസ് ആണ്. അപ്പോൾ മാക്സിമം എത്ര ഏസസ് കിട്ടാം? 2 ഏസ് കിട്ടാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്താ? 0 ഏസ്, 1 ഏസ്, 2 ഏസ്. ഇതാണ് റാൻഡം വേരിയബിൾ. മനസ്സിലായോ? ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P of x കാണും. അപ്പോൾ P of x അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ചെയ്താൽ വി കോൾ ഇറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് P of x കാണാൻ നോക്കാം. P of x equal to 0.
എന്താ പി ഓഫ് എക്സ് ഈക്വൽ 0 പറഞ്ഞാൽ? ആദ്യത്തെ തവണയും ഏസ് കിട്ടരുത്, രണ്ടാമത്തെ തവണയും ഏസ് കിട്ടരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏസ് കിട്ടാനുള്ള സാധ്യത എന്താ? വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എൻ ഏസ്? 4/52 ആണ് അല്ലേ? ഒരു കാർഡിൽ ആകെ 52 കാർഡ് ഉണ്ട്, 4 ഏസാണുള്ളത്. അപ്പോൾ 4/52 ഏസ് കിട്ടാൻ, അതായത് 1/13 ആണ് ഏസ് കിട്ടാൻ സാധ്യത. അപ്പം 2 തവണയും ഏസ് കിട്ടാതിരിക്കുക പറഞ്ഞാൽ എന്താ? കിട്ടാൻ സാധ്യത 1/13, കിട്ടാതിരിക്കണമെങ്കിൽ 12/13. 12/13 ഇൻറ്റു 12/13. ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് വിത്ത് റീപ്ലേസ്മെന്റ്. വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 12/13 ഇൻറ്റു 11/12 ആയിരിക്കും. 11/12 ആയിരിക്കും, കുറയുമല്ലോ. വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് 12/13 ഇൻറ്റു 12/13. അപ്പോൾ ഇവിടെ 144/169 എഴുതും. ഇസ് ദാറ്റ് ക്ലിയർ? ഇതിപ്പം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 12/13 ഇൻറ്റു 11/12 ആവും. ഇതൊക്കെ സാധ്യതയുണ്ട്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഇതേ ചോദ്യം തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെന്റും ചെയ്യാം. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 12/13 ആകുമ്പോൾ ഒരു കാർഡ് കുറയും. അപ്പോൾ അടുത്ത കാർഡും ഏസ് ആവാതിരിക്കാനുള്ള സാധ്യത എന്താ? 11/12 ആണ്. ഓക്കെ, ഇനി ഒരു ഏസ് ആവാനുള്ള സാധ്യത, ഒരു ഏസ് കിട്ടാൻ സാധ്യത എന്താ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ? ആദ്യം ഏസ് കിട്ടുക, പിന്നെ ഏസ് കിട്ടാതിരിക്കുക. അപ്പോൾ 1/13 ഇൻറ്റു ഏസ് കിട്ടാതിരിക്കുക 12/13. പിന്നെയോ പ്ലസ് ഏസ് കിട്ടുക, മറ്റേത് കിട്ടാതിരിക്കുക അല്ലേ? ആദ്യം കിട്ടുക, പിന്നെ കിട്ടാതിരിക്കുക, പിന്നെ കിട്ടാതിരിക്കുക, പിന്നെ കിട്ടുക. ഒരു ഏസ് മാത്രം കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക? 24/169. ശരിയല്ലേ? ഇനി പി ഓഫ് എക്സ് ഈക്വൽസ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ട് ഇസ് പി ഓഫ് എക്സ് ഈക്വൽസ് 2? അപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾ വിത്ത് റീപ്ലേസ്മെന്റ് വിത്തൗട്ട് റീപ്ലേസ്മെന്റും ചെയ്യണം. പി ഓഫ് എക്സ് ഈക്വൽസ് 2 ആണ് എന്താണ്? 2 തവണയും ഏസ് കിട്ടുക. 2 തവണയും ഏസ് കിട്ടുമെങ്കിൽ 1/13 ഇൻറ്റു 1/13. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1/169 എഴുതും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൺഫേം എങ്ങനെയാ? ഇത് മൊത്തം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവും. നോക്കൂ, 144 25 എത്രയാ? 169, 1 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ദിസ് ഇസ് ദ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ്. അപ്പോൾ ഇതേ ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 12/13 ഇൻറ്റു 11/12 ആവും. ഇത് 1/13 ഇൻറ്റു 11/12 ആവും. ഇതൊക്കെ അങ്ങനെയാവും. 1/13 ദിസ് ഇസ് രണ്ടും ഏസ് ആവാനുള്ള സാധ്യത 1/13 ഇൻറ്റു 4/13. രണ്ടും ഏസ് ആവാം. രണ്ടും ഏസ് ആവാനുള്ള സാധ്യത 4/13 ഇൻറ്റു, അപ്പോൾ ഇത് 1/13 എഴുതാൻ പാടില്ല, അതൊക്കെ മാറ്റണം. 4/52 ചെയ്യണം കേട്ടോ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. 4/52 ഇൻറ്റു 3/51 എഴുതാം. അപ്പോൾ വലിയ നമ്പർ ആവും. ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, ഈ വിത്ത് റീപ്ലേസ്മെന്റ് സാധ്യതയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ചോദിക്കില്ല എന്ന് പറയാൻ വയ്യ. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ പറ്റുള്ളൂ. ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ വലിയ നമ്പർ വരും. കാരണം 4/52 തന്നെ ചെയ്യണം. 4/52 ഇൻറ്റു 3/51 വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഇസ് വൺ ഐഡിയ. അപ്പോൾ പ്രോബ്ലം ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? മീൻ കാണണം. ഹൗ ടു ഫൈൻഡ് മീൻ? മീൻ എന്താ ഫോർമുല? സിഗ്മ മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ xi pi. സിഗ്മ xi pi മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഇൻറ്റു ദിസ് 0 പ്ലസ് ദിസ് ഇൻറ്റു ദിസ് പ്ലസ് ദിസ് ഇൻറ്റു ദിസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 0 പ്ലസ് 24/169 സിമ്പിളായിട്ടല്ലേ വരുള്ളൂ. പ്ലസ് 2/169. എത്ര ആൻസർ? 26/169. ഇതാണ് മീൻ. അങ്ങനെ വെച്ചാൽ മതി. ഇതാണ് മീൻ. ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചോളൂ. 26/169 വേണമെങ്കിൽ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെയ്യാവട്ടെ. ഇനി വാട്ട് ഈസ് വേരിയൻസ്? വേരിയൻസിൻ്റെ ഒരു വേരിയൻസിൻ്റെ നൊട്ടേഷൻ എന്താ വെച്ചാൽ ഇങ്ങനെയാണ്. വാട്ട് ഈസ് വേരിയൻസ്? സിഗ്മ xi സ്ക്വയർ pi. ഇത് സിഗ്മ xi സ്ക്വയർ pi മൈനസ് മ്യൂ സ്ക്വയർ. ഈ ഫോർമുല ഓർക്കുക കേട്ടോ. xi സ്ക്വയർ pi ഇത് സ്ക്വയർ ഇട്ട് കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക, 0 തന്നെ. ഇത് സ്ക്വയർ ഇട്ട് 1 തന്നെയാണ്. അപ്പോൾ 24/169 പ്ലസ് ഇത് സ്ക്വയർ ഇട്ട് കൂട്ടുക. അപ്പോൾ 4/169 അല്ലേ? 169 മൈനസ് മ്യൂ സ്ക്വയർ. വാട്ട് ഇസ് മ്യൂ സ്ക്വയർ? 26/169 സ്ക്വയർ. ഇത് നിങ്ങൾ ചെയ്യാം. ഇത് സിമ്പിളാണ്. 28/169 ആണ്. ഇതും അതേ സിംപ്ലിഫൈ ചെയ്യാം. ഇത് വെട്ടിപ്പോവും. 26 വെട്ടിപ്പോവും. സിംപ്ലിഫൈ ചെയ്യാം. കാൽക്കുലേറ്റർ വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആയിരിക്കും എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല വന്നിട്ട് ഇങ്ങനെ സാധനം ഇട്ട് ഡിസ്ട്രിബ്യൂഷൻ എഴുതുക, മീൻ എഴുതുക, വേരിയൻസ് എഴുതുക. ഈ ഫോർമുല ഓർക്കുക. വാട്ട് ഇസ് ദ ഫോർമുല? എന്താ ഫോർമുല? ഈ ഫോർമുല കാണാതെ പഠിക്കണം. വാട്ട് ഇസ് ദ ഫോർമുല? സിഗ്മ
ദിസ് എ ഫോർമുല. ഈ ഫോർമുല കാണാൻ പഠിക്കാം. ഈ ഫോർമുല മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടും. ഈ ഫോർമുലയിൽ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, കാരണം നോൺ ഫോക്കസ് ഏരിയ ആണത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോൺ ഫോക്കസ് ഏരിയ ആണ്, അതെന്ന് ചോദ്യം വരെ ഉറപ്പാണ്. അപ്പം നോൺ ഫോക്കസ് ഏരിയ ഈ ഭാഗത്ത് നിന്ന് 2 ചോദ്യങ്ങളെ വരുള്ളൂ. എന്താ വെച്ചാൽ എല്ലാം കൂടി കൂട്ടിയാൽ എല്ലാം കൂടി കൂട്ടിയാൽ പ്രോബബിലിറ്റി 1 ആവും. അപ്പോൾ അതിന് കെയുടെ വാല്യൂ ആണെന്ന് ചോദിക്കും. പിന്നെ അറ്റ്മോസ്റ്റ് 1, അറ്റ്മോസ്റ്റ് 2, അറ്റ്മോസ്റ്റ് 3 പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. പിന്നെ ഇതാണ് ചോദിക്കുക, എന്താണ് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ വേണമെങ്കിൽ വിത്ത് റീപ്ലേസ്മെൻ്റ് ആവാം, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആവാം. അങ്ങനെ ആ ടെക്സ്റ്റിൽ 3-4 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകാം. എന്തായാലും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഈ 2 ചോദ്യങ്ങൾ വരും. ഡിസ്ട്രിബ്യൂഷനിൽ കെയുടെ വാല്യൂ കാണാനുള്ളതും പിന്നെ ഈ മീൻ ആൻഡ് വേരിയൻസ്. മീനിൻ്റെ ഫോർമുല എന്താ? സിഗ്മ എക്സ് ഐ പി ഐ. വേരിയൻസിൻ്റെ ഫോർമുല എന്താ? സിഗ്മ എക്സ് ഐ സ്ക്വയർ പി ഐ മൈനസ് മ്യൂ സ്ക്വയർ. ഓക്കെ, വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേയ്സ് ക്ലാസ് ഐ തിങ്ക്. അപ്പം 3 ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ആദ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് അതൊക്കെ പറഞ്ഞു. രണ്ടാമത് എന്താ? ബേസ് തിയറം, ടോട്ടൽ പ്രോബബിലിറ്റി. മൂന്നാമത് നോൺ ഫോക്കസ് ഏരിയ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. വെറുതെ ഫോർമുല മാത്രം പഠിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.